കാര്യകാരണ ബന്ധത്തിന്റെ ഉണ്ടാവില്ല. ആലമുൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പല മഖ്ലൂഖാത്തും തമ്മിൽ കൂട്ടിച്ചേർത്ത് കാര്യകാരണ സംബന്ധമാക്കി ഇങ്ങനെ ചങ്ങലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഒന്നിന്റെ കാരണം എന്താകും, അതായത് കാരണം ഉദ്ദേശിക്കുന്ന കാരണം കൊണ്ട് കാര്യമുണ്ടാകും. ആ കാര്യം തന്നെ മറ്റൊന്നിന്റെ കാരണമായിരിക്കും. ഇതുപോലെ ഇയാളൊരു പിതാവാണെങ്കിൽ ഇയാൾ മകൻ കുറച്ചെടുക്കുമ്പോ ഈ മകനാരായിരിക്കും മറ്റൊന്നിന്റെ പിതാവായിരിക്കും. അപ്പൊ ഒന്നിന്റെ സബബ് എന്താകും മറ്റൊന്നിന്റെ സബബ്, ആ അതിന്റെ സബബ് മറ്റൊന്നിന്റെ സബബായിട്ട് ഇങ്ങനെ കൂട്ടി ജോയിന്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യകാരണ സംഘമൊന്നും കാണില്ല. ആദ്യൊരു മംഗലം കഴിക്കല്, എന്നിട്ടോ ഇതാക്കല്. ആദം അലൈഹിസ്സലാമിന് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കും ആലമുൽ ഹിക്മത്തിലേക്ക് ഇറങ്ങി. ഒരു ഭാര്യ ഉണ്ടാകുക, ഭാര്യക്ക് നിക്കാഹ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് മക്കളുണ്ടാകും. ഈസാ അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് ആലമുൽ ഖുദ്റത്താണ്. എന്നിട്ട് സാധാരണ അടുപ്പിൽ അല്ല കാണുന്നത് അല്ലേ? ഇവിടെ മഴ പെയ്തത് മേഘത്തിൽ നിന്ന് മഴയിൽ നിന്ന് വിത്തുൽപാദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേരളത്തിൽ കൈ വെച്ചു കൊടുത്തിട്ട് പാത്രം നിറച്ചും വെള്ളം. യഥാ സാധനം ആലമുൽ ഖുദ്റത്താണ്. സംഗതിയില്ല. ആലമുൽ ഹിക്മത്ത്, ആലമുൽ ഖുദ്റത്ത്. ചിലപ്പോ ആലമുൽ ഹിക്മത്തിൽ തന്നെ ഖുദ്റത്ത് വെളിപ്പെടും. അത് ഏതിനെ കൂടി ഒന്നിക്കൽ മുഅ്ജിസാത്ത് അല്ലെങ്കിലോ കറാമത്ത്, വേറൊന്നുമില്ല. ബാക്കിയെല്ലാം കാര്യകാരണങ്ങളാണ്. ഇപ്പൊ ശരിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ അസ്ബാബുകളെ സംബന്ധിച്ച് നമുക്ക് ഇനി സമീപനം മനസ്സിലാക്കും. അസ്ബാബ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്. ഈ അസ്ബാബിനാൽ ഉണ്ടായിത്തീരുന്ന മുസബ്ബബും അല്ലാഹു തആല പടച്ചതാണ്. അപ്പൊ എന്തില്ല, ഈ അസ്ബാബ് ഈ മുസബ്ബബിന്റെ വുജൂദിൽ എന്തില്ല, തഹ്സീലില്ല എന്നർത്ഥം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ എന്നല്ല. പിന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഖസാലി ഇമാം മുതൽ എല്ലാവർക്കും ഓരോ മനസ്സിലുള്ള അഖീദയാണ് അസ്ബാബിനെ സംബന്ധിച്ച് എന്തല്ല, മുഅസ്സിറല്ല. അവിടെ എന്താ ഗോറ് പറയും ഇൻതഹ ലാബിഹ എന്ന്. എവിടെ എത്തുമ്പോൾ പറയും ഇൻതഹ ലാബിഹ. സബബ് അല്ലാഹു തആല പടച്ചു. ആ സബബിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന ഈ മുസബ്ബബും തമ്മിലുള്ള ഒരു നിസ്ബ ഉണ്ടല്ലോ, ആ ബന്ധം അല്ലാഹു തആല പടച്ചതാണ്. ചിലപ്പോ എന്താക്കും, രണ്ടും അവിടെ വെച്ചിട്ട് ബന്ധം കട്ട് ചെയ്താൽ സബബ് ഇവിടെ ഉണ്ടാകും, മുസബ്ബബ് അപ്പുറം. ഉദാഹരണത്തിന് പറഞ്ഞാൽ തീ എന്നുള്ളത് സബബാണ്. എന്തിന്റെ? കരിക്കലിന്റെ. ഈ കരിക്കല് വളർത്തുന്നവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ തീയുണ്ട് എന്താക്കില്ല, കരിക്കൽ തഹ്സീൽ ചെയ്യുന്നില്ല. മരുന്ന് പടച്ചതും അല്ലാഹുവാണ്, രോഗം പടച്ചതും ആരാണ്? അല്ലാഹു തആലയാണ്. അപ്പൊ മരുന്ന് ഉണ്ടതുകൊണ്ട് മരുന്ന് എന്താക്കൂല, രോഗത്തിന്റെ ശിഫ ഉണ്ടാക്കൂല. ഭക്ഷണം എന്നുള്ളത് വിശപ്പ് മാറാനുള്ള സബബാണെങ്കിലും എന്താക്കൂല, വിശപ്പ് മാറ്റൂല. അപ്പൊ എന്താണ്, തസവ്വുഫിന്റെ സകല കാര്യങ്ങളും യഥാർത്ഥത്തിലുള്ള തൗഹീദാണ് അതിന്റെ ബേസ്. തൗഹീദ് എന്നതിനെ തൊട്ട് പുറത്തു പോകുന്ന ഒരു അഖീദ എന്തിലില്ല, സൂഫിയാക്ക് അടുക്കലില്ല. ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, അല്ലെ ഏതോ കള്ളം മറന്നിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ അസ്ബാബ് എന്തായി, മുഅസ്സിറല്ല എന്ന് വന്നു. ഇപ്പൊ തിരിഞ്ഞ അതാ ശറഈന്റെ ഹുക്മിൽ അങ്ങനെ തന്നെ. ഇപ്പൊ നിസ്കാരം മുജൂബാക്കാനുള്ള സബബ് എന്താ പറയാ, പ്രായവൃത്തിയും ബുദ്ധിയും അല്ലെ. പ്രായമുണ്ട്, ബുദ്ധി ഉണ്ടെങ്കിൽ നിസ്കാരം ഉണ്ടാക്കുവോ? ഒരാൾ പ്രായവൃത്തിയുണ്ട്, ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ നിസ്കാരം ഉണ്ടാകുന്നില്ല. അപ്പൊ ഉസൂലുൽ ഫിഖ്ഹിൽ കാണാൻ സബബ്, ശർത്ത്, മാനി എന്നൊക്കെ പറയും. കിതാബുൽ വളീഅ് എന്താ പറയുന്നത്, സബബ്, ശർത്ത്, മാനി, പിന്നെ സിഹത്ത്, ഫസാദ്. 5 കിതാബുൽ വളീഅ് ജംഇൽ കാണാം. ഇത് മൗലിനാണ്. അപ്പൊ സബബ് എന്ന് പറഞ്ഞാൽ ലാഹിൽ പറയുന്നതാണ്, അതിന്റെ വുജൂദിന്റെ ഭാഗത്തിൽ കൂടിയും അദ്മിന്റെ ഭാഗത്തിൽ കൂടി എന്തുണ്ടാക്കും, അവിടെ ഒരു അസ്ല് കാണാൻ കഴിയൂ. എങ്ങനെ? പ്രായപൂർത്തിയില്ല, ബുദ്ധിയില്ലെങ്കിൽ നിസ്കാരത്തിന്റെ തക്ലീഫില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ വുജൂദ് കൊണ്ട് ഉണ്ട്, അദ്മ കൊണ്ട് ഇല്ല. ഷർത്തിന്റെ തഹ്സീർ എങ്ങനെ ഉണ്ടാകല്? ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ തഹ്സീർ ചെയ്യും. നിസ്കാരത്തിന്റെ ഷർത്ത് പറഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ നിസ്കാരം ഇല്ല. ഉണ്ട് എന്ന് പറഞ്ഞു നിസ്കാരം ഉണ്ടായിക്കൊള്ളുന്നില്ല.
അതിന്റെ ഭാഗത്തിൽ കൂടി മാനിന്റെ ഭാഗത്തിൽ കൂടി വുജൂദിന്റെ ഭാഗത്ത് തഹസീലുണ്ടായാലും മാനി ഉണ്ടായാൽ ഇവിടെ മുങ്ങി. മാനി ഇല്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പെണ്ണുങ്ങൾക്ക് ഹൈലെടുത്ത് നോക്കിയിട്ട മാനിയാണ്. ഹൈല് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉണ്ടാവില്ല, നിൽക്കാൻ ഉണ്ടായിക്കില്ല. ഹൈലുണ്ടെങ്കിൽ നിൽക്കാൻ പോകും. ഇതാണ് ഏത് ഷറത്തും സബബും തമ്മിലുള്ള വ്യത്യാസം. മാനിയും സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശാരി വെച്ച അതിന്റെ അർക്കാനുകളും അതുപോലെ തന്നെ ശുറൂത്തുകളും അതിന്റെ ഘടകങ്ങളെല്ലാം ഒത്തുകൂടിയിട്ട് എന്തുണ്ടാകാം? മാനി ഇല്ലാതിരിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കും? സിഹത്ത് എന്ന് പറയും. നിസ്കാരത്തിന്റെ അർക്കാനില്ലേ, അതിന് ഷർത്തും ഒക്കെ ഉണ്ട് അല്ലേ? മാനി ഇല്ലാണ്ടിരിക്കുമ്പോണ്ടേ എന്നാ സിഹത്ത്. അപ്പൊ ഇതേ ഉസൂല് വെച്ചിട്ട് എന്താക്കും? വേറെ മുലർക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം പോയി. പിന്നെ മുലർക്കാരെ കൊണ്ടൊന്നും ഇവിടെ സ്ഥാനമില്ല. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ? അർക്കാനുകളോ ശുറൂത്തുകൾക്കോ കോട്ടം വന്നു അല്ലെ മാനി ഉണ്ടായ ഫസാദ്. ഒന്നു കൊടുത്തത് ബാക്കി ഒന്നിനെ ഇക്കിച്ചിനെല്ലാം കൂടെ നോക്കുമ്പോഴേക്കും എന്തുണ്ട്? ഹൈലുണ്ട് എന്തായി കർമ്മത്തില്. അപ്പൊ എല്ലാത്തിലും തന്നെ ഇപ്പൊ മനസ്സിലായോ? അപ്പൊ സബബ് എന്നില്ല മുഅസ്സിർ അല്ല. ഈ സബബിനാൽ അല്ലാഹു തആല നിശ്ചയിച്ച എന്തോ ഒന്നുണ്ട്, ഒരു ഇസ്ബ, അത് നടക്കും. അതല്ലേ? നോക്ക്, വഅലം അന്നൽ ഉമ്മത ലവജ്തമഉ അലാ അൻ യൻഫഉക ബിശൈഇൻ, അല്ലേ? ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അത് മാത്രം നോക്ക്. ഉമ്മത്ത് മുഴുവനും അതാണ് നബിമാരി ഇൻസുകളും ജിന്നുകളും മറ്റെല്ലാവരും അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഉമ്മത്തും ഉദ്ദേശിക്കുന്നു. എല്ലാ ബൈജിത്തമാ ഒരുമിച്ചുകൂടി, അല്ലേ? ഇവിടെ നിന്നുണ്ടായി സബബ ഉണ്ടായിരുന്നു. ഇതിന് അലാ ഞാൻ എനിക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാം സഹകരിച്ച് ഇൻസുകളുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവനിക്കൊരു ഉപകാരം ചെയ്യാം. ഞാൻ ഫറുക്ക എന്താ ബിശൈഇൻ, ഒരു ചെറിയൊരു കാര്യം. എന്നാ ഒന്നുമില്ല എന്നല്ലവനെല്ലാം ഞാൻ ഫറുക്ക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ അസ്ബാബിൽ കൂടി നിനക്ക് എന്ത് നെറ്റ് കിട്ടണമെന്ന് അല്ലാഹു തീരുമാനിച്ചതല്ലാതെ കിട്ടൂല. അഭിബന്ധില്ല. അസ്ബാബിന് തഹ്സീലില്ല. വിത്ത് മുളക്കാനുള്ള സബബ് എന്താണ്? മഴ പെയ്യുന്നു. മഴ മുളപ്പിച്ചു എന്നല്ല പറഞ്ഞ് ഫാഖ്റജിന, നമ്മൾ മുളപ്പിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു. അത് ഉപയോഗി അതെന്ന് അത് അള്ളാഹ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കുതിരത്ത് പറയുന്നുണ്ട്. കുതിരത്ത് ആലമുൽ ഹിക്മത്തിൽ കുതിരത്ത് ഉപയോഗപ്പെടുത്തൂല. അപ്പൊ അവർ ഒരു ബിഹിയ നടക്കൊട്ടു തഹ്സീലില്ല. അതെല്ലാം ചോദിക്കോ ടി വി കൊടുത്താൽ കത്തുന്നില്ലേ? അതെല്ലാം നമ്മളെ തഹ്സീലില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ഇതിൽ നിന്ന് കണക്കാക്കാത്ത നഫ്അോ ദുർറോ ഇതിന് സ്വയം ഇല്ലാന്നർത്ഥം. അതാ തഹ്സീലിനോട് ഉദ്ദേശിക്കുന്നു. അല്ല, ഒരാൾ പറഞ്ഞാൽ അത് കത്തിയില്ലേ, തഹ്സീലില്ലേ? ആ തഹ്സീലല്ലല്ലോ നമ്മുടെ നഫി ചെയ്തത്. മനസ്സിലാക്കുന്നുണ്ടോ? ഇനി ഈ അസ്ബാബ് എത്ര തരത്തിലാണ് ലോകത്ത് ഇപ്പൊ കാണപ്പെടല്? ഒന്ന് ഖത്ഇയായ അസ്ബാബ്, എന്നുവെച്ചാൽ അത് കൂടിയേ കഴിയൂ എന്നതാണ് അള്ളാഹുവിന്റെ ഒരു ആദത്ത്. അതില്ലേ മുസബബില്ല. അപ്പൊ ഈ ഖത്ഇയായ അസ്ബാബ് എടുക്കണം, അല്ലെങ്കിൽ മറ്റേ ഉണ്ടാവില്ല എന്നാണ് ശറഈന്റെ മുകളിൽ. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തത് ലന്നിയായ അസ്ബാബ് എന്ന് പറയും. ലന്നി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ ഏറെക്കുറെ ആയിട്ട് കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ സംഗതി നടക്കുന്നുണ്ട്. ഒരാൾക്കൊരു പനി വന്നു, പെനഡോള് തുന്നൽ എന്താന്ന് ലന്നിയായ സബബാണ്. പെനഡോള് തുന്നാണ്ട് ഒരാളെന്തൊക്കെ ഒന്നും കുടിക്കാണ്ട് പുറപ്പം പതിച്ചു, അത് പിറ്റേന്ന് സോക്കേട് മാറിയിട്ടുണ്ട്. അപ്പൊ ലന്നിയായ അസ്ബാബ് എടുക്കൽ അനുവദനീയമാണ്. പക്ഷെ എന്തുണ്ട്? അത് അവന്റെ വർത്തം പോലെ എടുക്കാതിരിക്കുകയും ഇയാൾ ചെറയിലൊന്നും പറയുന്നില്ല. വഹ്മിയായ അസ്ബാബുണ്ട്. വഹ്മി എന്ന് പറഞ്ഞാൽ ശറഅോ അഖിലോ സാക്ഷി നിൽക്കാതെ നമ്മ തട്ടിക്കൂട്ടി മനസ്സിൽ ഊഹാപോഹങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന സബബ്. എന്താണ്? ഞാൻ ഏതേ കൂടി പോകുമ്പോ എന്റെ 10 രൂപ കാണണ്ടായിപ്പോ, നേരം വെളുക്കുമ്പോ 1000 കിട്ടും. മറ്റേ അതിലേ കൂടി പോയതുകൊണ്ട് അവന്റെ കണ്ടുകൊണ്ട് ഈ തത്തയ്യൂറുണ്ടല്ല, തത്തയ്യൂറ് മുഴുവൻ എന്താന്ന് ബഹുമതി. അപ്പോൾ മഹ്മിയായ അസ്ബാബ് ഒഴിവാക്കിയേ വിട്ടു, ഖത്ഇയായ അസ്ബാബ് എടുത്തേ വിട്ടു. ലന്നിയായ എന്താക്കാം? എടുക്കുകയും എടുക്കാതിരിക്കുകയും ചെയ്യാം. അപ്പൊ ഫൈനലായില്ലേ? അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറണം എന്നുള്ളത് ഖത്ഇയല്ല, ലന്നിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല
ഭക്ഷണം കഴിക്കാതെ കണ്ട വിഷമം അങ്ങനെ മാറ്റിക്കളയും. കുറെ നേരം പേച്ചു നിന്ന് കൊച്ചൊക്കെ വിശപ്പേ ഇല്ല. എന്നെന്താ ചിലതെന്താക്കും ലന്നി തന്നെ കത്തയായി മാറും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് എന്താക്കി ഒരു വീണിട്ടോ പൊട്ടിയിട്ടോ അപകടം പറ്റിയിട്ടോ എല്ലാം പൊട്ടിപ്പോയി. എന്നാടെ ലന്നിയല്ല, അവിടെ ജോയിന്റ് ആക്കൽ എനിക്ക് കിസ്മത്ത് മറ്റാക്കലും പ്രാവശ്യം ഡോക്ടറെ കാണിക്കുക കത്തയ്യായിട്ട് മാറും. ചില ലന്നി എന്താക്കും കത്തയ്യായിട്ട് അവസരോചിതമായി മാറും. ഇപ്പൊ സംഗതി ഇല്ല. ഇനി ഈ അസ്ബാബ് എടുക്കുന്ന അവസരത്തിൽ നമുക്കുള്ള കടമ എന്താണെന്ന ഇവിടുത്തെ ചിന്ത. ഈത്തിഖാദും പറ്റൂല, ഏത്തിമാദും പറ്റൂല, ഇസ്തിനാദും പറ്റൂല. എന്താ ഈത്തിഖാദ്? ഇതുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്നുള്ള ഒരു ഈത്തിഖാദുണ്ടല്ലോ, അതാണ് അതിന്റെ മുഅസ്സിർ എന്നല്ലേ. ആ ഈത്തിഖാദ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതിലെ പണ്ട് 4 കിസ്സും പണ്ട് അതിൽ 3 ബാത്തിലാന്ന് ഒന്നേ ഉള്ളൂ. എന്താ? ഈ സബബ് ഉണ്ടാകുന്ന അവസരം പടച്ചത് അല്ലാഹു, മുസബ്ബബ് പടച്ചതും അല്ലാഹു, ഇതിന്റെ ഇടയിലുള്ള ഹലാക്കത്ത് പടച്ചതും അല്ലാഹു. ചിലപ്പോ എന്താക്കും, ചില അവസരത്തിൽ ഈ സബബും മുസബും തമ്മിലുള്ള ഹലാക്കത്ത് മുറിച്ചെറിയും. അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ എന്തുണ്ട്? തീയുണ്ട്. കരിക്കാനാ ഉദ്ദേശിച്ചാണ് ഹദ്ദിഖന്നഹു എന്നാ പറഞ്ഞു, കരിക്കൂന്ന്. ഖാലു ഹദ്ദിഖൂഹു, കരിക്കല. ഒരാ മുസബ്ബബ ഉദ്ദേശിച്ചത്. തീ അടവച്ച് ഭയങ്കരമായിട്ട് എറിഞ്ഞ്. അപ്പൊ എന്താക്കി? കൊല്ലാജാനാറുക്കൊന്നെ ബർദം, തീയായി തീ അടുക്കട്ടെ. തീക്കുള്ള ഒരു തഫ്സീറുണ്ട് ഇവിടെ. ഇബ്രാഹിം തഫ്സീർ ചെയ്യാൻ പാടില്ല, അമർച്ചാണ്. അമർത്തുണ്ടായി കഴിഞ്ഞാൽ രോമം പോലും കത്തിയിട്ടില്ല. അങ്ങനെ പല ഔലിയാക്കൾക്കും ഉണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ എന്താക്കി? വിഷം കുടിപ്പിച്ചു. വിഷം കുടിച്ചാൽ മരിക്കൽ ഉജൂബുണ്ടാകും. മരിക്കണോന്ന് അല്ല കണക്കാക്കി എങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലെ പാൽ കുടിച്ചാൽ മാതിരി ഉണ്ടാവില്ലേ. മരുന്ന് കുടിച്ചാൽ രോഗം മാറുള്ള ഉജൂബുണ്ടാകും. അങ്ങനെ എത്ര കുപ്പി മരുന്ന് കുടിക്കുന്ന വ്യക്തമാക്കിക്കൊള്ളൊന്നുമില്ല. അല്ല അതിന്റെ തഫ്സീർ കൊടുത്തെങ്കിലേ ചിലപ്പോ നമ്മൻ കാണുന്ന സബബ് അല്ലാത്തതിനെന്താകും അല്ല സബബാക്കി. പണ്ട് മാറ്റി നോക്കിട്ട് വെളിച്ചെണ്ണ കുടിച്ചോന്ന് പറഞ്ഞു. അത് നാട്യത്തോറും കുഞ്ഞഹമ്മദ് ഷേഖിന്റെ മുരീദന്മാറിൽപ്പെട്ട വലിയ വയസ്സുള്ളൊരു മുരീദായിരുന്നു നമ്മുടെ നാദാവർത്ത ഞാറ്റ്യത്തോറുന്ന നമ്പുക്കുറൂല കാപ്പാട്ട കാലത്തിന്റെ ഷെയ്ഖാണ്. തക്കിളിപ്പത്തോറും അവരെ കണ്ടിട്ടുണ്ട്. ഒരു അതിന് തെരീക്കത്ത് വാങ്ങിയിട്ടുണ്ട്. തലപ്പുറമ്പിൽ അസീസ് ഹാജി മാനേജറുണ്ട്, 15 രൂപ ഓറും അവരോട് അധികാരം വാങ്ങിയിട്ടുണ്ട്. ഓരോ കാലത്ത് എന്താക്കി എഴുത്തന്റെ വയറ്റിൽ നോക്കി വന്നപ്പം വെളിച്ചെണ്ണ കുടിക്കാൻ പറഞ്ഞു. വെളിച്ചെണ്ണ കുടിച്ച് സാധാരണമായിട്ട് അധിക സബബ് ആ വെളിച്ചെണ്ണ കുടിക്കലും ഈ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോടാൻ പറയുമ്പോൾ വയറ്റിൽ നോക്കും. ഇത് ഓറെ എന്തെല്ലാം സാധാരണ ആദത്തല്ലത്. എന്നിട്ടോ ഇച്ചങ്ങായിരം വളപ്പില് ഒരു ഹിന്ദു പഴക്കം പോയിരുന്നു. ഹിന്ദു എനിക്ക് വയറ്റിൽ നോക്കി കുടിച്ചിട്ട് കേക്കോട്ട് വെച്ചോണ്ടും തുറാൻ പോയിക്കൊടുന്നു. അവസാനം എനിക്ക് കയ്യാണ്ടായി. എന്താന്ന് എനിക്ക് പറ്റുന്ന തോന്നുന്നു. ഉള്ളറെ പറ്റാന്ന് ഞാൻ പണിക്ക് കഴിഞ്ഞത് കൈനായിട്ടല്ല. നല്ല പരിപാടിയുടെ നീ വിളിച്ചെണ്ണ കുടിച്ചോളൂ. ഞാൻ കുടിച്ചിട്ട് മാറി. കുടിച്ചു നോക്കുന്നൊക്കെ അധികമായി അവസാനം ഞാറ്റത്തോടത്ത് പോയി. സദാ എനിക്ക് പറ്റുന്ന നോക്കാണ്. എന്താണ് ചികിത്സ ചെയ്തത്? വെളിച്ചെണ്ണയും കുടിച്ച്. തൊട്ട് കുടിച്ചോ? അവിടെ കുടിച്ചിട്ടുണ്ട്. ആരാടാ വയറ്റിൽ നോക്കി വെളിച്ചെണ്ണ കുടിക്കാൻ? ഇയാളെടുത്ത് കിട്ടുകിട്ട പറക്കുകയും ഇയാൾ വന്നിട്ടോ ഇപ്പോട്ട് എന്റെ വകയായി നീ കുറച്ചും കൂടെ കുടിക്കുന്ന് പറഞ്ഞിട്ട് കുടിപ്പിച്ചപ്പോൾ അവന്റെ സുഖെടുക്കും. അത് വിലായത്താണ്. അത് വിലായത്താണ്. മണ്ണ് മാറി കൊടുത്തിട്ട് രോഗം മാറിയിട്ടുണ്ട്. ചില രോഗത്തിന് ഒരു അടിയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രകടിപ്പുറത്ത് തൊട്ട് തലവേദനയായിട്ട് പോയപ്പോ അന്ന് മൂപ്പർക്കും തോന്നി പ്രത്യേക ഒരു മധുരൂപിന്റെ ഹാലാണ്. കിട്ടി അടി വാങ്ങിട്ട് പോയതിന് ലോകം പറയും. അപ്പം ഏറ്റിക്കാത് പറ്റൂല എന്നർത്ഥം. അതായത് അതിനെ അസ്ബാബിനെ അർബാബാക്കുന്ന ഏറ്റിക്കാത് പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ ഏതാണ്? ഏറ്റിമാത് പറ്റൂല. എന്തുകൊണ്ട്? ഏറ്റിമാത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനത്തിന്റെ മേൽ ഒരു സാധനം കയറ്റി വെച്ചാൽ ഇത് മുഅ്തമദുൻ അലൈഹി, ഇതോ മുഅ്തമിദ്. ഇതിൽ ഏറ്റിമാതുണ്ടോന്ന് അറിയാൻ എന്താവണേ? ഈ സാധനം തള്ളിയ ഇത് പതിക്കുവോ? ഇതിനടക്കം പറ്റുമോ? അപ്പൊ ഏറ്റിമാതുണ്ട്. എന്നതുപോലെ ഈ അസ്ബാബ് വല്ലപ്പോഴും ഇല്ലാതിരുന്നാൽ എന്തായോ എന്റെ മനസ്സിളകി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യോ? ഞാനെന്ത് ചെയ്യും? ഇവിടെ സംഭവിക്കും. അംഗസംഖ്യ കുറഞ്ഞപ്പോ കുറച്ചൊക്കെ പേടിയുണ്ടായി യുദ്ധത്തിന് പോകുമ്പോ.
ലാ താക്കത്തലാണ് ഞങ്ങൾ ജാലൂത്ത് വജുനോദി. ജാലൂത്തിന് വലിയ പട്ടാളുണ്ട്, ധാരാളം ആളുകളുണ്ട്, ആയുധങ്ങളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്, നമ്മൾ ജയിക്കൂല എന്നാണ്. എന്തായി അസ്ബാബിനുള്ള എത്തിമാത് വന്നു. ഇപ്പൊ തന്നെ പറയാം, ന്യൂനപക്ഷം എന്തായിട്ടുണ്ട്, വലിയ മികച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എത്തിമാതില്ല. അംഗസംഖ്യയോ ആയുധബലോ കുറഞ്ഞാലും ഇവിടെ തോക്കുന്നുള്ള ഇളക്കയില്ല. ബദറിലതാ നടന്നത്. ബദറിൽ എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട്, 1000 ആളുണ്ട്, ഭക്ഷണമുണ്ട്. ഈ സഹാബത്തിന്റെ ഭാഗത്ത് എന്താ ഉള്ളത്? എല്ലാവർക്കും കൂടി 300 ശിലാനാഥ് 2 കുതിര, ഏതാനും പാട്. പടയെങ്കിൽ ഇല്ലാത്ത ആളുണ്ട്, ഉള്ള ആളുമുണ്ട്. യുദ്ധം ഉദ്ദേശിച്ചിട്ട് പോയതല്ലല്ലോ. അപ്പൊ ചുരുക്കത്തിൽ സബബ് ഇല്ല എന്ന് വരുമ്പോൾ ഇവന്റെ മനസ്സളകുന്ന ചുറ്റുപാട് വന്നെന്തായി? ഏത്തിമാതുണ്ട് എന്ന് വന്നു. ഇപ്പം തിരിഞ്ഞാണ് ഇസ്തിനാദ് എന്ന് പറഞ്ഞാൽ അതിനെ വലിയ ഒരാളാക്കിയിട്ട് അമ്മരുന്നോണ്ട് മാറി, ഇമ്മരുന്നോണ്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇതിങ്ങനെ വാക്കാൽ പറഞ്ഞു കൊടുക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രാത്രി മഴ പെയ്ത് സംസ്കാരം കഴിഞ്ഞപാട് പറഞ്ഞ എല്ലാവരും പോലെ ആടിരിയും എനിക്കറിയാനുണ്ട്. എന്റെ റബ്ബനോട് അറിയിച്ചെന്താണെന്നറിയോ? എന്റെ അടിമകളെ കൂട്ടത്തിൽ 2 തായിഫത്ത്. ഒരു തായിഫത്ത് എന്താ? നക്ഷത്രത്തിൽ വിശ്വാസം ഉറപ്പിച്ചു, അള്ളാനെ കളവാക്കി. എന്നിട്ട് അവരെന്താ പറഞ്ഞു? മുത്തിർനാ ബിനൗഇക, എന്നാൽ ഇന്ന നക്ഷത്രം മുഖേന മഴയിൽ അസ്ബാബിനെ കൊണ്ട് ചേർത്തിട്ടാണ് ഇസ്തിനാദ് പറഞ്ഞത്. അതിനെ ഫായിലാക്കി. അതേ അവസരത്തിൽ ഒരു കൂട്ടർ പറഞ്ഞു മുത്തിർനാ ബി ഫദിലില്ലാഹി, അള്ളാന്റെ ഫദില് കൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞവരെന്താക്കി? അസ്ബാബിനോട് ഇസ്തിനാദ് ചെയ്തില്ല. ഇതുകൊണ്ട് അപ്പോൾ ഇസ്തിനാദിന്റെ ഹുക്കം എന്താണ്? അത് ബോധപൂർവം ഏത്തിക്കാതോടുകൂടി പറഞ്ഞതാണെങ്കിൽ കുഫിരിയെത്താം. അല്ലാത്ത പക്ഷം കുഫറിന്റെ വാക്ക് പറയില്ല. അപ്പൊ മരുന്നൊടിച്ചുപാട് കിട്ടം മറിയുന്ന വന്ന കുഫറാവൂല. എന്തുകൊണ്ട്? ഏത്തിക്കാതില്ല. അത് ഞാൻ പണ്ട് ഉദാഹരണം പറഞ്ഞത്, ഒരാള് വണ്ടിയിലേക്ക് മുറിയനെ ഓടി ചവിട്ടി, വണ്ടി നിന്നു. ആ സമയത്ത് ബ്രേക്ക് ചവിട്ടിയുണ്ടല്ലോ, അയാള് രക്ഷപ്പെട്ടു. അവളിങ്ങ് തോകാശയാണ്. അപ്പൊ മറാജിനോട് പറഞ്ഞു, ഇങ്ങനെ തോകാ ചെയ്യുന്നത്? ബ്രേക്ക് ചവിട്ടിയിട്ടല്ല ആ വണ്ടി നിന്നത്, അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറ. അപ്പൊ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ മനുഷ്യനിലേക്ക് ചേർക്കാതെ കണ്ടെന്താക്കണം? ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. നിങ്ങൾ കൊന്നിട്ടില്ലേ? യുദ്ധക്കളത്തിൽ നോക്കി ആരാവുന്ന ആള് വന്നില്ല. വലാകിന്നല്ലാഹ ഖതലഹും, വായിൽ അള്ളയിലേക്ക് കൊടുക്കുക. ചോറ് കുറ്റി അരിയാക്കി വെളുപ്പിച്ച് എന്താക്കി പാചകം ചെയ്ത് തണുപ്പിച്ചിട്ട് പ്ലേറ്റ് കൊണ്ടാണ്ട് ഒന്നിനെ കൊണ്ടേക്ക് വളമ്പി തന്നു, ചോറും തിന്നു. എന്നാ ചോറ് ഇത്ആം എന്നുള്ളത് ആരിക്കാ കൊടുത്തത്? പണ്ടാരിക്ക കൊടുത്തേ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ ഹാദ തആം, ഈ ഭക്ഷണം നമുക്ക് തീറ്റിച്ച അള്ളാഹ് എന്ന സ്തുതി. അപ്പൊ നെയ്ച്ചാക്കൊന്നുമില്ലേ? എന്ത്? അല്ലാഹുമ്മ അത്ഇമൻ അത്അമന, ആടെ അത്അമന പ്രയോഗിച്ചിട്ടുണ്ട് ഈ വളമ്പിത്തരത്ത്. മറ്റേ അത്അമന ഹഖീഖി, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമന മിൻ തആമിൽ ജന്ന. മുഹമ്മദ് കണ്ട് അയാള് കുറെ ചൂടും പുകയെല്ലാം കൊണ്ട് വേറെ പൊലിപ്പിച്ച് ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് ചോറെല്ലാം ആക്കിയിട്ടുണ്ട്. അയാൾക്ക് സ്വർഗീയമായ ഭക്ഷണം കൊടുക്കണേന്നാ പറഞ്ഞു വന്നു. അപ്പൊ ഓർക്ക് കൊടുക്കേണ്ട ഓർക്ക് കൊടുത്തു, അള്ളാഹ് കൊടുക്കേണ്ട അത്അമന വേറെ. ഒറ്റ പ്രയോഗമാണ്. അപ്പൊ നമ്മുടെ എന്താണ്? ഏത്തിക്കാതും പറ്റൂല, പിന്നെ ഏത്തിമാതും പറ്റൂല, ഇസ്തിനാദും പറ്റൂല. എന്തിനാ? അപ്പോൾ ഇയാള് അസ്ബാബിന്റെ മൺ ഏത്തിമാത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്താണ് നമുക്ക് അനിവാര്യം? ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ വാസിലായിട്ടില്ല. അല്ല, ഞാൻ പണ്ട് കഴിഞ്ഞ വെച്ച ഉദാഹരണം പറഞ്ഞു. ഒരാൾ നല്ല വിഭവസമൃദ്ധമായ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ച്, അവിടെ എല്ലാം ഉണ്ട്, കുടിക്കുന്നുണ്ട്, തിന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ആ മുറ്റത്തെത്തിയപ്പോ ചോറ് കഴിക്കാനുള്ള പൈസ കാണുന്നില്ല, തീർന്നു പോയി. ബേജാറാകോ ഇല്ലയോ? എന്തിക്കാന്ന്? ഇന്നത്തെ ഭക്ഷണ കേക്കിൽ ഈ പൈസന്റെ മുകളിൽ ഏത്തിമാതില്ല. അപ്പൊ അയാൾക്ക് നടുക്കുന്ന ബേജാറാകുന്നുണ്ടെങ്കിൽ ഇയാൾ മരങ്ങമ്പലത്തിൽ പോയിട്ടില്ല എന്നർത്ഥം. അപ്പൊ അസ്ബാബിന്റെ എന്തെങ്കിലും കുറവുകൾ വരുന്ന അവസരത്തിൽ ഇവനിക്ക് നിരാശ വരിക എന്ന് പറഞ്ഞാല് വാസിലാവാത്തതിന്റെ തെളിവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ വാസിലായിട്ടില്ല. ഇവൻ പണ്ടത്തെ ആ
ദൂരമായ പദവി തന്നെയാണ്. ഇത് കൂടുന്നുണ്ടാവും. അതാ മൂപ്പർ പറഞ്ഞെന്താ, മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ. അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബബാണ്. പക്ഷെ ഖാസ് പറഞ്ഞിട്ട് ആമ് മുറാദാക്കുക. ഇതിനപ്പൊ ഖാസാക്കിയതിനെ അമലിന്റെ ഫീൽഡാണ് നമ്മുടെ ചർച്ചാ വിഷയം. ബാക്കിയെല്ലാം അസ്ബാബുകളും വരും. ആവശ്യത്തിനുള്ള പണം അസ്ബാബാണ്, അമലിന്റെ സ്ഥാനത്ത് ആമ്മാന്ന്. ഭക്ഷണം എന്നുള്ളത് ആമ്മാന്ന്, സബബാന്ന്. പൈസ എന്നുള്ളത് ആമ്മാന്ന്. ധനസഹായം എന്നുള്ളത് ആമ്മാന്ന്. അപ്പം ആമ്മ് പ്രയോഗിച്ചിട്ട് ചിലപ്പോ ഖാസ് ഉദ്ദേശിക്കും. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറൂ എന്നുള്ളത് ആമ്മ ഖാസോ? ഖാസ ലഫ്ള് ആമ്മന്ന്, ലഫ്ള് ആമ്മ്. പക്ഷെ മുറാദോ ഖാസ്. ഇവിടെ ഇമ്മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ എന്ന് പറഞ്ഞത് അസ്ബാബിൽപ്പെട്ട ഒരു ഖാസാണ്. ഖാസ് ബന്ധം ആമാക്കണം. അപ്പൊ ആം ഉദ്ദേശിച്ചിട്ട് ഖാസ് പറയാൻ കാരണം എന്താണ്? അമല് നമ്മുടെ ഫീൽഡായതുകൊണ്ട്. അപ്പൊ ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞത് അള്ളാഹു കണക്കാക്കിയ അബൂജഹലിനെ പോലത്തെ ആളുകളെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആമ് പറഞ്ഞിട്ട് ഖാസ് മുറാദാക്കും, ഖാസ് പറഞ്ഞിട്ട് ആമ് മുറാദാക്കും. ഇന്നേ മജാസ് മുർസല്, രണ്ട് ജാതം മജാസ ഉണ്ടാകും. മജാസ് തസ്ബീഹ് ഉണ്ടാകും, മജാസ് മുർസലും ഉണ്ടാകും. എന്നില്ല. അപ്പൊ ഇവിടെ മജാസ് മുർസല് പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചികിത്സ എല്ലാം ചെയ്തിട്ട് മരുന്ന് കുടിച്ചിട്ടും വ്യക്തം മാറുന്നില്ല, അംഗരോഗമൊക്കെ മാറ്റൂല, എൽസ് എന്തുകൊണ്ട് വന്നു? നീ മരുന്നിന്റെ മുകളിൽ ഏറ്റുമാതി തെളിഞ്ഞു. അപ്പൊ മരുന്നിന്റെ ഏറ്റുമാതാകുന്ന മുഅ്തമദുൻ ഏണി ഗുണബന്ധായി ഇവരും വീഴും. പക്ഷെ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മരുന്നിനെ പടച്ച അള്ളാഹുവിന്റെ മുകളിൽ ഏറ്റുമാതി ചെയ്താലോ ഈ കേസ് ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നിന്റെ അലാമത്താണ്. ഇതിന്റെ വാസിലായിട്ടുണ്ട്, ഞാൻ വലിയ ആളായിട്ടുണ്ട് എന്നാരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ആദ്യം വരച്ചു നോക്ക് നിന്റെ അവസ്ഥ എന്താണ്. നോട്ടിട്ട് നടന്നാൽ പോരാ, പക്ഷെ തല്ലിക്കിട്ടിട്ട് നടന്നാൽ എന്താവില്ല, ഷെയ്ഖും സൂഫിയൊന്നും ആവൂല. അത് വരാം. അതുകൊണ്ട് ഇസ്ലാത്ത് കറാഹത്തോ ഏറ്റുകാതോടു കൂടി പറഞ്ഞെങ്കിൽ കുഫിരിയത്തും വരും. ആ ഇൻകാർ എന്താണ്? നക്ഷത്രം തന്നെയാണെന്നാണോ ഏറ്റുകാത? ഉണ്ടല്ലോ പറഞ്ഞു. നക്ഷത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ദഹരി പറഞ്ഞാൽ അത് കുഫറാണെന്നും ഒരു മുഅ്മിൻ പറഞ്ഞാൽ അത് മജാസിയായ വാക്കാണെന്നല്ല എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അമ്പത്ത് റബീഉൽ ബഖലാനാണ് എന്താ പ്രയോഗിച്ചത്? മഴ വിത്ത് മുളപ്പിച്ചു. മഴ വിത്ത് മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ആള് പറഞ്ഞതാണെങ്കിൽ മജാസ്, അതായത് ഫായിലിനെ മാറ്റി പറഞ്ഞു. തൗഹീദ് അല്ലാത്ത ആള് പറഞ്ഞതാണെങ്കിൽ മഴ തന്നെയാണ് മുളപ്പിച്ചത്, അത് ഹഖീഖത്താണ്. അപ്പൊ ഹഖീഖത്തും പെട്ട് മജാസിലേക്ക് തെറ്റാൻ കരീനത്ത് എന്താണ്? ഇയാളെ കീഴിലുള്ള തൗഹീദ്. ഒരു ലഫ്ള് എന്താക്കണം? ഹഖീഖത്തും മറ്റുമൊത്തണമെന്നല്ല നിയമം. ഹഖീഖത്തും പെട്ട് മജാസിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക കരീനത്ത് കാരണങ്ങളുണ്ട്. ഇയാള് മുവാഹിദാണ്. അപ്പൊ യാ റസൂലല്ലാഹ് രക്ഷിക്കണേ എന്ന് ഒരു മുവാഹിദായ മനുഷ്യൻ പറഞ്ഞാൽ റസൂൽ എന്താക്കിയിട്ടില്ല, അള്ളയാക്കിയിട്ടില്ല. അപ്പൊ ആദത്തം നമ്മൾ പരസ്പരം ഇസ്തിആനത്ത് തേടുന്നത് പോലെ നീ ചോറുണ്ട്, ചായ എന്ന് പറഞ്ഞ സ്ഥാനത്തെ അതുള്ളൂ. അപ്പൊ അവിടെ ഇത്ര ഒച്ചമ്പൊളിയാക്കി മുശ്രിക്കായി എന്ന് പറയാനില്ല. ആ മജാസ് എന്താ തെളിവ്? ഇവ മുവഹിദാണ്. ഞാൻ മക്കളോട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ എല്ലാം തച്ച് കൊല്ലണോ, തച്ചു കൊല്ലണോ? ഉപ്പ കാത കഴിഞ്ഞ എന്നെ വേന. അത് ഒരു ശിക്ഷന്റെ വാക്കാണ്. അത് ഹഖീഖത്തും മജാസ് അറിയുന്നതുകൊണ്ട് സംസാരിക്കണ്ടുള്ളൂ. സംഗതി മനസ്സിലായ? അപ്പൊ ഇതിലെന്തെല്ലാം തൗഹീദിന്റെ അസ്ബാബുമായുള്ള നമ്മുടെ സമീപനത്തിന്റെ എല്ലാ വശങ്ങളും മൂപ്പർ അതിലടക്കി. അതോടൊപ്പം തന്നെ ഇവൻ വാസിലായിട്ടുണ്ടോ ഇല്ലയോ, വാസിലിനെ വേന മനസ്സിലായ? അതായത് മോമിനിങ് അള്ളാഹുവിന്റെ പടപ്പാട് എടുത്തു നോക്കിയാല് ഒന്നിക്ക് ആരുണ്ടാകും? മോമിൻ ഉണ്ടാകും, അല്ലെങ്കിൽ കാഫിറുണ്ടാകും. കാഫിറിനെ മതി. മുഅ്മിൻ എടുത്തു നോക്കിയാൽ ഒന്നിക്കൽ സാലിക്കുണ്ടാവും. സാലിക്കുന്നവനോ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അവനിക്കില്ല വിലായത്തിലേക്കോ മറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. സാലിക്ക് ഇതിന്റെ പണിയിലെടുക്കുന്നുണ്ട്. മറ്റൊന്നോ വാസിലി,
വാസിൽ എന്ന് പറഞ്ഞാൽ ഇവന് സ്വരൂപ് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹളറത്തുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസ്ഥ എത്തി. പക്ഷേ അള്ളാഹിനെ കാണുന്നല്ല, ഇവന്റെ കൽബിനുള്ള ഹിജാബുണ്ട്. കൽബിലുള്ള ഹിജാബ് ഉണ്ടാകുമ്പോൾ പുറത്തുള്ള അൻവാർ കയറൂല. ഈ വാതിലടച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കയറൂല എന്നതുപോലെ അള്ളാഹുന്റെ പക്കൽ നിന്ന് കിട്ടുന്ന അൻവാർ കയറാതെ ഉണ്ടാക്കും. പിന്നെ കൽബടഞ്ഞു കിടക്കും. ആ കൽബ് തുറന്നാൽ അൻവാറും പിന്നെ കൽബും തമ്മിൽ എന്തായി കൂട്ടിച്ചേർത്തു. ഇവനാണ് വാസിൽ. ഇതാ ഉസൂൽ. അപ്പം വാസിലാണോ വാസിലല്ലേ? എന്താ തെളിവ്? അസുബാബുകൾ വന്നാൽ എനിക്ക് നല്ല ബൂസാക്ക് വരുന്നുണ്ട്. അസുബാബ് മുൻകത്തിയാകുമ്പോൾ അല്ലെ കുറവ് വരുന്ന അവസരത്തിൽ എന്ത് വരുന്നുണ്ട്? മനസ്സിളകുന്നുണ്ട്, ഇൽത്തറാബ് വരുന്നു. വാസിലായിട്ടില്ലാടോ, നീ പണ്ടേ അതിൽ തന്നെ ഉള്ളത്. അമ്മാസിന് മനസ്സിലായില്ല. ഇല്ല, നീ എന്നോട് ചോദിച്ചിട്ട് വെള്ളം എടുക്കാം. നീഞ്ഞ വെള്ളം എടുത്തു. ഒരു മുസ്ലിനായ ഒരു മനുഷ്യന് വാസലിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇങ്ങനെ എത്തിക്കാതെ ഇങ്ങനെ ആദ്യം അള്ളാഹിനെ പറ്റി ഇത്തക്കാതെ പഠിക്കണം. അഖീദ പഠിക്കാതെ കണ്ട് നിങ്ങൾ സൂഫിയായിട്ട് എന്ത് ഫലം കിട്ടിയാലും ഔലിയ ഒന്നും ആവില്ല. അഖീദന്റെ ഒരു ബേസ് ഉണ്ടല്ലോ, തൗഹീദ്. തൗഹീദിന്റെ മുകളിൽ എടുത്തു. അപ്പൊ നിങ്ങൾ അടിത്തറ കെട്ടാണ്ട് പരബന്ധണമെന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു പര വേണം, തറ കിട്ടൂലേ? പിന്നെ അതിന്റെ മുകളിൽ നിർത്തലി പില്ലറാ. എന്നാ പില്ലറായിക്കോട്ടെ, എന്തെങ്കിലും ബേസ്മെന്റ് വേണ്ട. അതിന്റെ ശരിയായ അഖീദന്റെ മുകളിൽ എടുക്കുന്നു. ഏതാരാക്കീത? ലാഫിലിയാക്കളൊക്കെ അക്കീതുണ്ട്, ഖവാരിജാക്കളൊക്കെ അക്കീതുണ്ട്, മുഅ്തസിലി അക്കീതുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് അക്കീതുണ്ട്. ഇതൊന്നുമല്ല അഹ്ലുസ്സുന്ന. അഹ്ലുസ്സുന്ന എന്ന അസ്സന്നാരി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മഹാന്മാരായ സഹാബിമാരാണ്. അപ്പൊ നബിയും സഹാബത്തും വെച്ച് പുലർത്തിയ അക്കീദ എനിക്ക് വേണം. അപ്പൊ അക്കീദയിൽ തന്നെ പോളായ. അപ്പൊ ഇത് വിചാരിക്കും ഇപ്പം എന്താക്കുന്നറിയോ? ഫുലാനുവിന്റെ ഫുലാന്റെ പാർട്ടി ആ ഫലാനെ നോക്കും. അതില്ല, അതിപ്പോ ഉണ്ടായതോ. അതിന് 400 നൂറ്റാണ്ടിന്റെ വഴക്കം പോലും ഇല്ല. ഈ ആദം അലി ഇസ്ലാമിന്റെ മുതലേ കാൽപ്പഴക്കുണ്ട്. എനിക്കെന്താ ചോദിക്കാനുള്ളത്? അപ്പം ചുരുക്കത്തിൽ ഈ മക്കാനയിൽ എന്താക്കി? അസ്ബാബിനെ മൂപ്പർ കുറച്ച് കണ്ടു. പറ്റ തള്ളിയെന്നല്ല, അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കണം. എന്താക്കാൻ പാടില്ല? ഇഫ്രാത്തും പറ്റൂല, തഫ്രീത്തും പറ്റൂല. അവൻ പദവിയിലട വെക്കുക അല്ലേ? അപ്പൊ അടുത്ത മക്കാനയിൽ മൂപ്പർ സൂചിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ഒരാൾക്ക് അസ്ബാബ് കൊടുത്തിട്ടാണ് അയാളെ ജീവിതം പോകുന്നത്. നീ എങ്ങനെ ജീവിക്കുന്നതാ? എനിക്കെന്താ തൊഴില്? എനിക്ക് കച്ചവടം. മറ്റോനിക്കെന്താണ്? എനിക്ക് തുന്നപ്പണി. എനിക്കെന്താണ്? എനിക്ക് പിന്നെ വണ്ടി ഓടിക്കുന്നു. എനിക്കെന്താണ്? ഇന്ന പണി. എന്താണ് ഇന്ന പണി? കച്ചവടം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കച്ചവടം? അപ്പൊ ചുരുക്കത്തിൽ ലോകം ഈ ബജാറ് മുഴുവൻ നടക്കുന്ന ഓരോ മായിഷത്തിന്റെ അസ്ബാബ് ഭിന്നമാണ് അല്ലേ? ചിലർക്കെന്ത് അസ്ബാബൊന്നും ഉണ്ടാവില്ല. ഒരു പറഞ്ഞാലൊരു മാലൂമായ അസ്ബാബില്ല. ഒരാൾ മുഅബിനോട് ചോദിച്ചു, നീക്കെന്താ പണി? മുഅബ് പറഞ്ഞത് 10 പണിയുണ്ട്. ഒരു ദിവസം 10 പണി. എന്താ? 5 നേരം നിൽക്കിരിക്കണം. പിന്നെയോ 3 നേരം ഭക്ഷണം കഴിക്കണം. ഇത്ര 5 3 8. 2 നേരം ചായയും കടിയും കുടിക്കണം. 8 2 10. ഇനി 11ാമത്തെ പണി നമുക്കാവില്ല. പിന്നെ അപ്പൊ നിങ്ങ എങ്ങനെയാ ജീവിക്കുന്നത്? അതിന്റെ മുമ്പിൽ അതൊരു മരം. ആ മരത്തിനോട് ചോദിക്കും, നീ എങ്ങനെ ജീവിക്കുന്നത്? അതെന്താണോ ഉത്തരം പറയുന്നത് അത് തന്നെ എനിക്ക് മതിയാക്കും. അത് മുമ്പിലല്ലേ വൃത്തിക്കാതെ. ആടായി 30 കൊല്ലത്തിന്റെ അടുക്ക് ഒരു പാട്ട പൊള്ളിച്ചിട്ടില്ലേ? ഒരു പണി വളമിട്ടിട്ടില്ല. അതങ്ങനെ വളർത്തുന്നുണ്ട്, വളരുന്നത്. മൂപ്പരെവിടെയും പോക്കുമില്ല. അപ്പൊ എന്തുണ്ടാകും? അസ്ബാബ്, ലാഹിറായ അസ്ബാബ് ഒന്നും ഇല്ലാതെ കണ്ട് അയാളെ മാന്യമായ ജീവിതം നയിക്കുന്നുണ്ട്. ഇത് കൂട്ടണം. പക്ഷെ ന്യൂനപക്ഷമായിരിക്കും. നമ്മുടെ തിരക്കാരായ ഈ അസ്ബാബ് ഉള്ളാക്ക് എന്താ പറയും? മുതസബ്ബിബ് എന്ന് പറയും. അസ്ബാബ് ഇല്ലാത്താക്ക് എന്താ പറയും? മുതജദ്ദിദ് എന്നും പറയും അല്ലേ? അവിടെ അല്ലാഹു തആല ഇവനെ നിർത്തിയിട്ടുണ്ടോ ഇല്ലോ നോക്കണം. അല്ല നിർത്തിയതാണോ? അന്ന് നിർത്തിയ ലക്ഷണം എന്താ? അസ്ബാബ് ഉണ്ടായി എന്ന് പറഞ്ഞ കാരണത്തിന് വേണ്ടി ദീനിന്റെ യാതൊരു മുടക്കവുമില്ല. കൃത്യമായ നമസ്കാരം ജമാഅത്തായി നടക്കുന്നുണ്ട് അല്ലേ? ആരെങ്കിലും കൈകാട്ടിയ സദക്കയായും പിന്നെ
സക്കാത്തായിട്ടും മറ്റും കൊടുക്കുന്നുണ്ട്. അതല്ലേ, ഇവനിക്ക് മറ്റുള്ളവരുടെ വെറിയുമില്ല, ഒന്ന് 10 ആക്കണമെന്നുള്ള വെറിയുമില്ല, ദുനിയാവിനോട് അമിതമായ ഇതങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ എന്താക്കും, ദീനിന് കോട്ടം വരാത്ത രീതിയിലുള്ള അസ്ബാബാണെങ്കിൽ അസ്ബാബിൽ ഓനവിടെ നിർത്തിയെന്നാ മനസ്സിലാക്കും. എന്നില്ല, ഇനി മുത്തജദ്ദിദിന്റെ ഹാലിൽ നിർത്തി എന്ന് പറയണമെങ്കിൽ എന്തോണം, മുത്തജദ്ദിദായപ്പോ ഇവനെ ഇറക്കാൻ നടക്കുന്നു. ഉണ്ടോ? എന്റെ അടുത്തൊന്നുമില്ല. ഉണ്ടാ അല്ല, വേറെ ആയിട്ട് ഓനല്ലേ കീശ കുറച്ച് പൈസയും കൊണ്ട് പോകുന്ന, എനിക്കെന്താ 500 രൂപ തരാത്തെ, ഓനല്ലേ ഗൾഫിന്റെ വന്നിട്ട് നമുക്ക് കൊണ്ടു തന്നില്ലല്ല. മറ്റുള്ള ആളോട് അസൂയയില്ല, ഉള്ളതിനെ കൊണ്ട് പൊരുത്തപ്പെടുന്നു. അപ്പൊ എന്തിൽ നിർത്തി, തജ്ദീദിൽ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്നേ, അപ്പൊ രണ്ടിനും രണ്ടാന്ന്. ചില വണ്ടിക്ക് ഡീസൽ അടിക്കാനുണ്ടാവും, മറ്റേ വണ്ടിക്ക് എന്താ പെട്രോൾ അടിക്കാനുണ്ടാവും. എന്നാൽ നമ്മളെ പുരയിൽ വന്നിട്ട് ഷെയ്ഖിന്റെ പോലീശ കുറേ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീയാകുന്ന വണ്ടിയിൽ പെട്രോൾ അടിക്കണമോ ഡീസൽ അടിക്കണമോ എന്ന് എന്റെ ഷെയ്ഖ് തീരുമാനിച്ചിട്ടുണ്ടാവും. എല്ലാ വണ്ടിയിലും പെട്രോൾ അടിച്ച് നടക്കുവോ? സമാസോറ നീ ഓടിക്കുന്നതല്ലേ, വണ്ടി ഓടുവോ? പൈസ അധികം കൊടുത്തെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടില്ല. ഡീസൽ പെട്രോൾ അടിക്കേണ്ട വണ്ടിയിൽ ഡീസൽ അടിച്ചാലും വണ്ടി ഓടില്ല. തന്നെയാണോ ഇങ്ങനെ പറയുന്നേക്കുന്നു? അപ്പൊ അസ്ബാബിന്റെ ആളുകൾക്ക് തജ്രീദും പറ്റൂല, തജ്രീദിന്റെ ആളുകൾക്ക് അസ്ബാബും പറ്റൂല. അസ്ബാബ് കൊടുത്താൽ അസ്ബാബ് മുഴുവൻ നഷ്ടത്തിൽ കലാശിക്കലുണ്ടായിരുന്നു. ലക്ഷോർക്ക് മുതലിട്ട് നോക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നടത്താൻ കഴിയൂല. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനെ ഒരു സ്ഥലത്ത് നിർത്തിയാൽ ഇഖാമത്തിന്റെ തെളിവാണക്കണം. നിർത്തിക്കഴിഞ്ഞാൽ ഇവൻ അസ്ബാബിലേക്ക് ഇറങ്ങാൻ പാടില്ല. അസ്ബാബിലുള്ള ആളുകൾ അസ്ബാബ് മടക്കാന്ന് ഊപ്പർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിവാക്കാന്ന് വെച്ചിരുന്നാലും നടക്കില്ല. അപ്പൊ പട്ടിണി. അപ്പൊ അതാ മൂപ്പർ അടുത്ത വാക്കിൽ പറയുന്നത് ഇറാദത്തുക തജ്രീദ. ആദ്യം ഷർത്താബി നോക്ക്, നബയം തിരിയും മക്കത്ത് പേര് നോക്കി നാസമാസെ 4-ാം പേജ്. ഇറാദത്തുക തജ്രീദ. ഇറാദത്ത് എന്നുള്ളത് മസ്തറാണ്, ഖാ എന്നുള്ളതിന്റെ ഫായിലാണ്. അപ്പൊ നീ ഉദ്ദേശിക്കുന്ന ആള് നീയാന്ന്. ഏതോടൊപ്പം എന്തിനെ ഉദ്ദേശിക്കും? തജ്രീദിന്റെ മഫ്ഊല്. അപ്പൊ നീ തജ്രീദിനെ ഉദ്ദേശിക്കൽ എന്ന് പറഞ്ഞാൽ അസ്ബാബൽ ഒഴിവാക്കിയത് കച്ചവടം കൂടിയിലാണ് കൂട്ടിയിടുക. ഇത് പള്ളിയിൽ ചെല്ലിപ്പാടിക്ക് കൂടാൻ തീരുമാനിക്കാം. ഒക്കെ ഖുർആൻ ഓതുക, ഒക്കെ സലാത്തും ചെല്ലുക, ഒക്കെ നിസ്കരിക്കുക, എത്തിക്കാതിരിക്കുക, ഒന്നും ചെയ്യണ്ട. അല്ലേ? നല്ല കാര്യമല്ലേ? മുഴുവൻ അള്ളാഹിനെ കൊണ്ട് ഇസ്തിഖാലല്ലേ? എങ്ങനെ സംഗതി ഉള്ളതോ മാ ഇഖാമത്തില്ലാഹി, അള്ളാഹു തആല നിന്നെ നിർത്തിയിട്ടുണ്ട്. ഇഖാമത്ത് കണ്ടാ, ഇഖാമത്ത് മസ്തറാണ്, അള്ളാഹി ഫായിലി. ഈ ആക്കന്റെ മഫ്ഊൽ നിന്നെ എന്താക്കി? അള്ളാഹു തആല അസ്ബാബിൽ നിർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കേണ്ട സമാധാനം. അസ്ബാബിൽ നിർത്തിയ നീ എന്താക്കി? അസ്ബാബ് വേണ്ട, തജ്രീദിലാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണ്? മിന ശഹ്വത്തിൽ ഖഫിയ്യ. ഷഹ്വത്താണ്, തടിഹവാന്ന്, അതൊരു പൂതിയാണ്. അത് തന്നെ പൂതിയാന്നാക്കി തിരിയുടെ ഖഫിയ്യ. അപ്പൊ 2 വസ്ഫ പറഞ്ഞു, ഒന്ന് ഷഹവത്താണെന്നും ഒന്ന് ഖഫിയ്യത്താണെന്നും. ഷഹബത്താന്നാക്കി തിരിയില്ല. കാരണം ആര് നോക്കിയാലും പറയാം അല്ലാപ്പ അയാൾ പൊടിയിലും പൊട്ടിയിട്ട് ഇബ്രാഹിമിന്റെ മാതിരി എല്ലാം ഒഴിവാക്കിയിട്ട് പള്ളിയിലല്ലേ കൂടുന്നു, ചെല്ലിപ്പാടലല്ലേ, ബ്രോ ഇബാദത്തല്ലേ, 100% ഇബാദത്തല്ലേ, ആരെങ്കിലും കുറ്റപ്പെടുത്തോ? പക്ഷെ ഹഖീഖത്ത് ഷഹവത്താണ്. പക്ഷെ ഷഹവത്താക്കി തിരിയൂല, തിരിയുന്നാക്കേ തിരിയൂ. അപ്പൊ ഷഹവത്താവുക ഖഫിയ്യത്താവുക എന്ന 2 കാരണം പറഞ്ഞു. വല്ലാത്ത ഹക്കായിക്കായിട്ട്. അപ്പൊ ഒരു ശിക്കായി അസ്ബാബുകാരൻ അസ്ബാബിൽ എടുക്കണം. ഏത് ഖത്ഇയ്യോ അല്ലെങ്കിൽ മദ്ലൂനോ ആയ അസ്ബാബ് എടുക്കണം. ഏത്തിഖാദ് ഉണ്ടാകാൻ പാടില്ല, ഇസ്നാദ് ഉണ്ടാകാൻ പാടില്ല, ഏത്തിമാദ് ഉണ്ടാകാത്ത രീതിയിൽ അസ്ബാബ് കൈകാര്യം ചെയ്തോളുക. അതത് ദീനിന് കോട്ടം വരാത്ത, ഇവൻ അഭിമാനത്തിന് കോട്ടം വരാത്ത രീതിയിലായിരിക്കുക. സഹാബിമാരെ പറ്റി എന്താ പറഞ്ഞേ? റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അപ്പൊ കച്ചവടം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതേ അവസരത്തിൽ പള്ളിയിൽ കുറെ ആളുണ്ട്, അതീതിന്റെ ആള്. അല്ല പട്ടിണിയാക്കുന്ന പട്ടിണി റളിയനാബില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും, തങ്ങൾക്ക് വരുന്ന ഹദിയയിൽ അതോടെ തൃപ്തിയാവും. ഇറക്കാൻ പോവോ? ഇല്ല. ഭൂമിയിൽ ഒരു കച്ചവടമോ കൃഷിയോ ചെയ്യാൻ അവർക്കില്ല, സാധിക്കൂല, പൈസയില്ല, ആയിക്കും ചെയ്യും. പിന്നെന്തിട്ടാ യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ, കണ്ട ആള് അയാൾ വലിയ അഗ്നിയായിട്ടാണ് ജനങ്ങൾ തോന്നുക. എന്തുകൊണ്ട്? ആരോട് ചോദിക്കൂല, അഭിമാനം അടിയറ വെച്ചിട്ട് എനിക്ക് പട്ടിനെന്ന് ആരോട് പറയൂല, ഉള്ളവരോട് അസൂയയില്ല, വെറിയില്ല. എന്താ അവർ ആരാന്ന്? തജ്രീദിന്റെ ആളുകളാണ്. അപ്പൊ നമ്മളെ ദർശി പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ ഒരളവോളം മുത്തജ്രീദീങ്ങളാണ്. അവർക്ക് പുറമെ കച്ചവടം കൃഷിയോ പണിയൊന്നും ഇല്ലാതെ കണ്ട് ഓദ്യം കണ്ട് പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് കമ്പനി കൊടുക്കുന്ന ചോറും ഉപയോഗിക്കുന്നുണ്ട്. തജ്രീദ് ഇതൊന്നും പറ്റൂല, ആരാണ്ട് ചോറിനൊന്നും എടുക്കാൻ പറ്റൂല, നമുക്ക് അസ്ബാബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാര്യം നഷ്ടവും. കച്ചവടക്കാരും ഇതെല്ലാം പൂട്ടണമെന്ന് വിചാരിച്ചാലോ അതും നഷ്ടം. പിന്നെ ലോകം നടക്കില്ല. അതാ ഭൂരിപക്ഷം ഉണ്ടായില്ലേ. അതാണ് പറയുന്നത്. ഇത് വൈറാദത്തുക്കൽ അസ്ബാബ, നീ അസ്ബാബിനെ ഉദ്ദേശിക്കുന്നു. ആരോടാ പറയുന്നത്? മുത്തജ്ജിദിനോട്. മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക, അല്ലാഹ് നിന്നെ നിർത്തിയത് ഫി തജ്രീദ്, തജ്രീദിലാണ്. കണ്ടോ? എന്നാൽ എന്താണ്? ഇൻഹിഖാതുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, ഉന്നതമായൊരു ഹിമ്മത്തിൽ നിന്ന് ഇടിഞ്ഞു പോക്കാണ്. നിന്റെ വലിയ സ്ഥാനത്ത് നിർത്തിയതിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് പൊളിഞ്ഞു വീഴും. സ്ഥാനത്തിന്റെ ഇടിവാണെന്നാ പറഞ്ഞു. ശമ്പസ് എന്താ മനസ്സിലായി? തജ്രീദിൽ നിർത്തിയാള് തജ്രീദിൽ നിന്ന് കൊള്ളണം, അതിന്റെ വളായിഫ്. അസ്ബാബിൽ നിർത്തിയാള് അസ്ബാബിന്റെ വളായിഫായിട്ട് നിൽക്കുക. അതിൽ ശറഇന്റെ ഹക്കുണ്ടോ നോക്കുക. ഇപ്പൊ ഒക്കെ ഇല്ലേ? ഇനി നമുക്ക് ശറഹ് നോക്കാം എന്താ പറയുന്നു. നാലാമത്തെ പേജ് നോക്ക്. ഇറാദത്തുക തജ്രീദ, ഇറാദത്തുക എന്ന് പറഞ്ഞാൽ മൈലു നഫ്സിക, ഖാന്റെ അതർത്ഥം പറഞ്ഞ അയ്യുഹൽ മുരീദ്. എന്തിനെ? സാദിഖായ മുരീദിനോട്. അപ്പൊ നിന്റെ നഫ്സ് ചായൽ എവിടത്തേക്കില്ല? തജ്രീദിലേക്ക്. എന്തിനെ തൊട്ട്? തജ്രീദ് അനിൽ അസ്ബാബിൽ ലാഹിരിയായ അസ്ബാബിനെ തൊട്ടിട്ട് ഒയ്യണം, അതെല്ലാം ഒഴിവാക്കണം എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? ആയി അലപ്പുറം അതിലേക്ക് അസ്ബാബ് വാദമി മഹാനാത്തി, ഇനി അതുമായിട്ട് കഷ്ടപ്പെടാനോ രാവിലെ പോകാനോ പൊടി തീർക്കാനോ ഉണ്ടാക്കില്ല, ജോലിക്ക് പോകാനോ കൈക്കൂട്ടെടുക്കാനൊന്നും കഴിയൂല. അന്ന് മതി കിട്ടിക്കൂടാ. എപ്പം മഅ ഇഖാമത്തില്ലാഹിയാക്ക, നിന്നെ അല്ല നിർത്തിയത് അസ്ബാബിലാണ്. എന്നില്ല അലാമത്തു ദാലിക, ആ ഇഖാമത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അലാമത്ത് എന്താണ്? അൻ ഒന്ന് വായിക്കടാ, ചെറിയ തെറ്റ് കിട്ടൂല. നിനക്ക് അല്ലാഹു തആല എന്താണ് എളുപ്പത്തിലെല്ലാം തയ്യാറാക്കി തന്നിട്ട് പരതി പിടിക്കാനോ പായാനോ ആരോടെല്ലാം ശുപാർശ പറയാനൊന്നുമില്ല. അസ്ബാബെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ എന്താ? വഅൻ തരിദ സലാമത ഫീ ദീനിക ഇൻദ മുആനാതിഹ, അതുമായി ഇടപെടുന്ന അവസരത്തിൽ ദീനിൽ എന്തുണ്ട്? നല്ല സലാമത്തും കൊണ്ട് നിസ്കാരം മുടങ്ങുന്നില്ല. പിന്നെ നിസ്കാരത്തിൽ തന്നെ ഉരുത്തിരിക്കുക കഴിയുമ്പോൾ കച്ചവടത്തിന്റെ ഓർമ്മയില്ല, ജമാഅത്ത് മുടങ്ങുന്നില്ല. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സലാത്ത് വ ഈതാഇസ് സക്കാത്ത്. അസ്ബാബുള്ളവരാണ്. എന്നിട്ടോ വയൻഖതി ബിഹാ തമഉക അമ്മാ ബി ഐദിന്നാസ്, ജനങ്ങളെ വക്കലിലുള്ള വസ്തുക്കളെ തൊട്ടിട്ട് നിന്റെ ആഗ്രഹം മുറിഞ്ഞിട്ടുണ്ട്. വേറെ ആളെ പോക്കറ്റിൽ പൈസ കിട്ടണമെന്ന് തോന്നുന്നില്ല. വലാ യസ്ഗലക അമ്മാ അൻത ഫീഹി മിൻ വളായിഫിൽ ഇബാദാത്തിൽ ലാഹിറത്തി, ലാഹിറായ ഇബാദത്തിന്റെ വളായിഫിൽ എന്താക്കും നീ എടുക്കുമ്പോൾ അതിനെ തൊട്ട് ശുഗലാക്കുന്നുമില്ല. വൽ അഹ്വാൽ, ബാത്തിനായ അഹ്വാലിനെ തൊട്ടും ശുഗലാക്കിയില്ല. അപ്പൊ എത്ര ലക്ഷണം ഇഖാമത്തിന്റെ ലക്ഷണമായി പറഞ്ഞു വന്നു. ഒന്നുണ്ട് ഞാൻ സമത്തെ. ഒന്ന് അൻ യുഹയ്യ ലഹാ ലക. രണ്ട് വഅൻ തജിദ സലാമത ഫീ ദീനിക ഇൻദ മുആനാതിഹ. മൂന്ന് വയൻഖതി ബിഹാ തമഉക അമ്മാ ബി ഐദിൻ നാസ്. നാല് വലാ ശുഗലക അമ്മാ അൻത ഫീഹി മിൻ വളായിഫിൽ ഇബാദാത്തി ലാഹിറ, നിസ്കാരം, ജമാഅത്ത്, ഖുർആൻ ഓത്ത്, ഔറാദുകളാണ്. അഹ്വാൽ ഏതാണ്? സുഹൂദ്, തവക്കുൽ, ഇതുപോലത്തത്.
ബാത്തിൻ. ഇതിനെ തൊട്ടൊന്നും അത് തടസ്സമാകുന്നില്ല, അസ്ബാബെന്നല്ല അതിനെ തടസ്സമാക്കിയിട്ടില്ലെങ്കിൽ അസ്ബാബിൽ ഇഖാമ ചെയ്തിരിക്കുന്നു എന്നതിന് തെളിവാണ്. അറിയുന്നില്ലേ? ആ പൂതി എന്താണ്? മീന ശഹവത്തി. രണ്ട് കാരണമുണ്ട്, അത് ശഹവത്തിൽപ്പെട്ടതാണ്. നമുക്ക് തോന്നും നല്ല കാര്യം ഇപ്പം ചിന്തിച്ചതെന്നാ. ഷഹവത്തിൽ എന്താണ്? ഐ മീൻ ഷഹവാത്തിൻ നുഫൂസില്ലത്തി തദ്ഉ ഇലൈഹ. മിന ശഹവത്തിന് അലിഫിലാമ പറഞ്ഞത് ഷഹവാത്തിൻ നുഫൂസ് മുളാഫുൻ ഇലൈഹിയാണ് അലിഫിലാമ. മനസ്സിലായില്ല? അത് ആ നഫ്സ് ക്ഷണിക്കുന്ന ഷഹവാത്തിൽപ്പെട്ട ഒന്നാണ്. അത് നല്ല കാര്യമല്ല. ഇനി അത് തന്നെ അൽ ഖഫിയ എന്ന് പറഞ്ഞാൽ കാണികൾക്ക് ഷഹവത്താണ്, തിരിയും ചെയ്യില്ല, മറഞ്ഞു കിടക്കും. അപ്പൊ അത് പറയട്ടെ, വകാനത്ത് അപ്പം രണ്ടെണ്ണത്തിന് ഇല്ലത്ത് പറയണം. ഒന്നെന്തിന് ഷഹവത്തായി എന്നതിന്റെ, മറ്റൊന്ന് ഖഫിയത്തായി. വകാനത്ത് ഷഹവത്തൻ, ആ തോന്നലായി ഇറാദത്ത് ഷഹവത്തായതുകൊണ്ടല്ലേ അദമി വഖൂഫിക അലാ മുറാദി സയ്യിദിക. നിന്റെ സയ്യിദിന്റെ മുറാദ് നീ എന്താകണം? അസ്ബാബിൽ കൂടി നടക്കണമെന്നാണ്. അതിൽ നിന്ന് നീ എന്താക്കി? കൊതറി മാറാൻ ചിന്തിച്ചു. അപ്പൊ സുഖമില്ലാതെ പോകും. ഇപ്പൊ തടിക്കുച്ചിട്ടായിപ്പുള്ളത്. മുവാഫഖത്തിക മുറാദ നഫ്സിക, നിന്റെ നഫ്സിന്റെ മുറാദുമായി യോജിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷഹവത്തായി. ഖഫിയത്തല്ലേ? ഖഫിയത്തൻ എന്തിന്റെ ബാക്കി? വകാനത്ത് ഷഹവത്തന്റെ ബാക്കി ഖഫിയത്തൻ. അത് ഖഫിയത്തായി. എന്തുകൊണ്ടല്ലേ? അന്ന ലാഹിറ ദാലിക, അതിന്റെ ലാഹിർ കണ്ടാല് അന്ന മുറാദക ബിത്തജറുദി, നീ തജറുദാകാനല്ലേ ബോധി വെച്ചത്. അത് അൽഇൻഖിതാഉ ഇലല്ലാഹി തആല വതഖറബു ഇലൈഹി, അള്ളാഹുവിലേക്ക് മുങ്കത്തെ ആവലും അവനെ കൊണ്ട് അടുക്കലുമാണെന്നാണ് ലാഹിർ കണ്ടാ തോന്നുക. എന്ന ബാത്തിലോ വബാത്തിനു അന്ന മുറാദക ശുഹ്റത്തു ബിൽ വിലായത്തി, നീ വിലായത്തിന്റെ മർത്തബത്തിന് ജനങ്ങൾ അറിയണം. അയാൾ ഇപ്പൊ എല്ലാം മതിയാക്കിയിട്ട് ഇബാദത്തിലെന്ന് പറയുമ്പോ അങ്ങനെ ആടെ ഒരു പ്ലാനുണ്ട് പോലും, ആടെ ഒരാളിരിക്കുന്നുണ്ട് പോലും എന്ന് പറഞ്ഞിട്ട് എന്താക്കും? വിലായത്തുണ്ട്, ആ സുഹൃത്താന്ന് ഇവിടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഉള്ളത് പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് കേട്ടോ. എന്തിനാ വിലായത്ത്? ലിതഖ്സിദകന്നാസ്, ജനങ്ങളെ നിന്നെ പരത്തിയിട്ട് വരണം. അവിടെ ഒരാളുണ്ട്, കാര്യപ്പെട്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞ ആളെ കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ ബിൽ ഏറ്റുകാതി, നിന്നെപ്പറ്റി നല്ല ഏറ്റുകാതും വെച്ച് തഖറുബിയിലേക്ക് നിന്നെ കൊള്ള എന്താകും? എല്ലാവരും എടുത്തിട്ട് വരുമോ? സാധ്യങ്ങളായിട്ടുണ്ടാവും. ഇത് അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നീ ഒഴിഞ്ഞ കാര്യത്തിൽ തൊട്ട് ഇതെല്ലാം മുടക്കയറ്റി വിടും. പിന്നെ ജനങ്ങളെ സംസാരിക്കലും അതാക്കലിന്റെ ചെല്ലൽപാടൊന്നുണ്ടാവില്ല. കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇങ്ങോട്ട് വരും, വെള്ളം വന്നിരിക്കാൻ കൊണ്ടുവരും, നൂല് വന്നിരിക്കാൻ കൊണ്ടുവരും, പിന്നെ വർത്തമാനം പറയാൻ വരും, പിന്നെ പിരിവിന് കൊണ്ടുപോകും. പിരിവിന്റെ അടന്താക വലിയ ബക്കറ്റ് വെച്ച് നിങ്ങൾ കൈ കെട്ടുക, പൈസ വീണത് മൗലിയായി, ജനങ്ങളുടെ ഇടയിൽ ഔലിയായി. ഇപ്പൊ മനസ്സിലായ? ഷഹ്വത്താന്റെ കള്ളി, ഹഫിയത്താന്റെ കള്ളി. വഖദ് ഖാലൽ ആരിഫൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്ബാലുൻ നാസി അലൽ മുരീദി, മുരീദായ ഒരു മനുഷ്യന്റെ മേൽ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി മുന്നിട്ട് വരുന്നുണ്ട്. അത് കബില കമാലിഹി, ഇവൻ കമാലാകുന്നതിന് മുമ്പ്. ഇവൻ നല്ലോണം പകുത്തിട്ടില്ല, എല്ലാവരും പറിച്ചു കൊന്നാൻ തുടങ്ങി. അപ്പൊ സംഘടനക്കാരെങ്കിലും പേരും കൊണ്ടുപോകാൻ അപ്പല് സെൽഫിയാക്ക് ഉറങ്ങാനും സമയമില്ല, നിക്കിരിക്കാനും സമയമില്ല, നോമ്പോക്കാനും സമയമില്ല, ഒന്നിനുണ്ടാവും. ഓക്കണ്ട. അത് സ്വമ്മും കാത്തിലും, മനുഷ്യനെ കൊല്ലുന്ന വിഷമാകുന്നു. കമാലായാക്കുന്നുണ്ടാവില്ല, ജനങ്ങൾ ഇതൊന്നും ഓറെ സ്വാധീനിക്കൂല. ഇത് നോക്കുന്നതിന് മുമ്പേ പറിച്ചു കൊന്ന് ചെയ്യുന്നുണ്ടാ. ഇനി ഈ ജനങ്ങൾ വരുത്തു ഇതെല്ലാം കൊണ്ടെന്തായി? ഈ മുടങ്ങും അൻ വലായിഫിക്ക, നിന്റെ വലായിഫും നടക്കൂല, നിന്റെ ഔറാദും നടക്കൂല, സമയമില്ല. പിന്നെ നീ എന്താകും? ജനങ്ങളെ വക്കുന്ന കിട്ടുന്നതിനോട് ആഗ്രഹം വെക്കുകയും ചെയ്യും. ഓറമ്പെല്ലാം ഒന്ന് കവറിലാക്കി തരണം, ഇവിടെ പെട്ടിയിലിടണം, എന്തുകൊണ്ടായിരുന്നു വരുമ്പോ ചക്കിയും മാങ്ങയും തേങ്ങയിലിട്ടിട്ട് ഹതിയായിട്ട് കൊണ്ടായിരുന്നു. ഇത് പൂതി ഉണ്ടാവും. ശങ്കരി തിരിഞ്ഞപ്പോ സമാസിന് ഓടിയിട്ടുണ്ടോ? ഇത് ആദ്യത്തെ ഘട്ടത്തിൽ എന്താന്നുള്ളതിന് തോന്നുന്നു. നമ്മക്കിത് പാലം മനസ്സിലായി. ഇനി തിരിച്ചു വെക്കെ
ഇവ ഇറാദത്തുകല്ല സുബാബ അവിടെ നോക്കണം, ഇറാഫത്ത് നോക്കണം. നിന്റെ ഇറാദത്ത് നിന്നെ കൊണ്ട് ചേർക്കപ്പെട്ട ഇറാദത്ത്, അള്ളാന്റെ ഇറാദത്ത് വരണ്ട് ഇവിടെ. ഇതിന് അസ്ബാബിനെ ഉദ്ദേശിക്കുന്നു എന്നുവെച്ചാലോ ഐൻ തസബ്ബുബ വൽ ഇക്തിസാബ്, എന്തെങ്കിലും സബബിൽ ഏർപ്പെടണം. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഒരു കച്ചവടം തുടങ്ങണം, ഒരു കൃഷിയാക്കണം, മറ്റ് ബിസിനസ് ഉണ്ടാക്കണം, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം. ഇതാ വിചാരിക്കുന്നു ഇക്തിസാബ്. അല്ലാഹു തആല നിന്നെ നിർത്തിയിടയ തജ്രീദിലാണ്. അപ്പൊ തജ്രീദ് നോടിയിട്ട് അടുത്തേക്ക് പോണോ, അസ്ബാബിലേക്ക് പോകണം. അതെങ്ങനെ? തജ്രീദ് നിർത്തൽ എങ്ങനെയാ? നീ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ കൂടി നിന്റെ കൂത്ത് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ കൂത്ത് എന്ന് പറഞ്ഞാൽ ആർഭാടത്തിൽ പെടൂല, മതുമോനായ റിസ്കിലെന്ത് പെടൂല. റിസ്ക് എത്ര തരത്തിലുണ്ട് പറഞ്ഞേ? 4 തരമുണ്ട്. മതുമോനുണ്ട്, പിന്നെ മഖ്സൂമുണ്ട്, പിന്നെ മൗഊദുണ്ട്, മംലൂക്കുണ്ട്. മതുമോനിലും മഖ്സൂമിലും എന്തില്ല, ഇവന്റെ ഇഖ്തിയാറേ ഉണ്ടാവും. വേണ്ടാന്ന് വെച്ചാൽ ഓനെ പിടികൂടാൻ വരും. എത്ര വരെ കാമാൽ അജൽനാണ്, മരണം അവന് പിടികൂടാൻ വരുന്നത് പോലെയാണ്. ഓടി രക്ഷപ്പെട്ടാലോ അവനടുത്തേക്ക് എത്തിക്കുന്നു. മംലൂക്കിലും മൗഊദിലും എന്തുണ്ട്? ഇവന്റെ പ്രവർത്തനത്തിന് മദ്രസലുണ്ട്. എന്താ മദ്മൂന്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന റിസ്കത മദ്മൂന. അത് ഇവന്റെ അധ്വാനം കൊണ്ട് ഏറുകയോ അധ്വാനിച്ചില്ല എന്ന് ചുരുങ്ങുകയോ ചെയ്യൂല. അതിലേക്കാണ് ഷാഫി ഇമാമിന്റെ ബൈത്ത് എന്തുണ്ട്? വറിസ്ഖുക ലൈസ യൻഖുസുഹു തഅന്നി വലൈസ യസീദു ഫിർറിസ്ഖിൽ അനാഉ. നൂപ്പർ ഹംസീലതാ ലമാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ വഅൻത വമാലികുദ് ദുനിയാ സവാഉ. വറിസ്ഖുക അത്തമ്പത്തെ സമ്മതേ നിന്റെ റിസ്ക് ലൈസ യൻഖുസുഹു തഅന്നി, നീ അതിൽ ഉപേക്ഷ വരുത്തി എന്ന് വെച്ചിട്ട് റിസ്ക് ചുരുങ്ങൂല അല്ലേ. വലൈസ യസീദു കൂട്ടൂല റിസ്ക്കിലല്ല. നൗരാവും പകലും ഊണും ഉറക്കും ഒഴിഞ്ഞിട്ട് എന്താക്കുന്നത്? അധ്വാനിച്ചോണ്ട് റിസ്ക് കയറുകയും ചെയ്യില്ല. പക്ഷെ അങ്ങാടി നോക്കി നേരെ എത്തിച്ചല്ലേ. ഷാഫി ഇമാം പറഞ്ഞ സാധിക്കുന്നുണ്ടാ? കച്ചവടക്കാരൻ ഒരു ദിവസം കൂടിയ പൂട്ടിയിട്ടാൽ നഷ്ടം വന്നില്ലേ? ഒരു ദിവസം 1,100,000 രൂപ നഷ്ടം. പിന്നെ 24 മണിക്കൂറും പൂട്ടാതെ കച്ചവടം ചെയ്ത ഡബിൾ പൈസ കിട്ടൂലേ? നിങ്ങൾക്ക് ഒരു ചെക്കം വരുമ്പോൾ നോക്കാം 12 മണിക്കും പൊടി പൊട്ടുന്നില്ല, പൈസ കിട്ടെ. അപ്പൊ എന്താക്കും? അയാൾ ഈറ്റുന്നില്ലേ? അപ്പൊ ഷാഫി ഇമാം പറഞ്ഞ റിസ്ക് ഏതാന്ന്? മതുമോനായ റിസ്ക്. മതുമോനായ റിസ്കിന് അധ്വാനിച്ചു എന്നിട്ട് ഏറുമില്ല, ഒന്നും വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കാനും. അപ്പൊ എന്താണ് മതുമോനന്റെ കതിർ നമുക്ക് തിരിയില്ല. അതെന്താക്കും? മഖ്സൂമായിട്ട് പുറത്തു വരും. അന്ന് എനിക്ക് ഇന്നെന്താ തരാന്ന്? ഉച്ചക്ക് ബിരിയാണി തരാനാണ് അള്ളാന്റെ മതുമൂനെങ്കിൽ ഞാൻ ബിരിയാണി വെക്കും തിരിയോ. എന്റെ മതുമൂൻ എന്താണ്? മഖ്സൂം ബിരിയാണിയാണ് തിരിച്ചു. ഇതാ മഖ്സൂം. അത് ഞാൻ നിശ്ചയിക്കപ്പെട്ട അളവ് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് അത്ര അളവ് കഴിച്ചേ പറ്റൂ. അത് വേറാണതാണ് നമുക്ക് തോന്നിയാൽ നമുക്കുള്ളത്. മുമ്പ് ഞാനൊരു ചങ്ങായിയും കൂടി സ്ഥലത്ത് പോയി. അവരെന്താക്കിയെന്നറിയാം, മറ്റേയാൾക്ക് നോമ്പുണ്ടായത് കൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി വലിയ പരിപാടിയില്ല. മൗലാൻ കൊടുക്കാനായപ്പോ ഓർക്ക് കോള് വന്ന് ഉപ്പാസ് തുകയില്ലാറ്റി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ എന്താക്കി, മൂപ്പർ 2-3 കാരക്കി എടുത്തിട്ട് ഒരൊറ്റ വട്ടം. അപ്പൊ ഉണ്ടാക്കിയ ഒറോട്ടിയും പത്തലും കഞ്ഞിയോ ആട്ടർച്ചിതെല്ലാം അവിടെ പോയി. എന്റെ തോന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ ആക്കി കൊണ്ടുങ്ങോ. എന്നിട്ട് അയാൾ ഇല്ലാണ്ടായി പോയി. നിങ്ങന്റെ പെരുക്ക് വരിക ഇതുണ്ടാക്കുക. ഉപ്പാക്കല്ല ജാസീനോ എന്നിട്ട് കൂടി വിട്ടു. നമ്മളായിക്കോട്ടെ നമുക്കെന്താ. അപ്പൊ മളുമൂൻ എനിക്കാന്നു, മഖ്സൂം എനിക്കാന്നു. ഇതുണ്ട. അപ്പൊ വേറെ മംലൂക്ക് ഉണ്ടാവും. മംലൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയ കുറെ ശേഖരിച്ച സാധനമാണ് മംലൂക്ക്. അധ്വാനിച്ചിട്ടും നെയ്ച്ചിട്ടും പിടിച്ചിട്ടുണ്ടാക്കിയ കുറെ കൂട്ടിയിട്ടുണ്ട്. അതെന്താക്കാൻ കഴിയുമെന്നറിയോ? വാണിസ്യങ്ങൾക്ക് ഓഹരി വെക്കാൻ കഴിയും. ഇരട്ടിയായിട്ടും പകുതിയായിട്ടും 3-1-ആയിട്ടും 8-1-ആയിട്ടും എല്ലാം ഓഹരി വെക്കണം. അത് മംലൂക്കാണ്. മതുമൂനെ പറയാൻ ഓഹരി വെക്കാൻ ഇല്ല. സ്വന്തയിട്ടാ. അപ്പം വേറെ മംലൂക്ക് എനിക്ക് മഖ്സൂമാകാം. എങ്ങനെയാന്ന്?
ഷിഹാബ് ഉസ്താദ് ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ട്, നല്ല വണ്ടി. ഉസ്താദ് കയറിക്കും, നീക്കടെ യാത്ര ചെയ്യേണ്ടെന്ന് ചോദിച്ചാല് മഖ്സൂം ഏതാന്ന്? മംലൂക്ക് നിങ്ങളുടെ വണ്ടിയാണ്, യാത്ര ആനുകൂല്യം കിട്ടിയതായിരിക്കും എനിക്ക്. അപ്പൊ മംലൂക്ക് പറയാം, മഖ്സൂം പറയാം. മൗഊദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ശരിയായ തഖ്വയും അതിന്റെ ഹക്കും എല്ലാം പാലിച്ചുകൊണ്ടുണ്ടാക്കുന്ന സ്വത്ത് സമ്പാദിക്കുകയാണെങ്കിൽ റിസ്ക് കൊടുക്കുന്നതാ തഖ്വനെ തുടർന്നിട്ട്. ഇതാ മൗഊദ്. അപ്പൊ തഖ്വ ഏറുന്തോറും മൗഊദ് ഏറും, അധ്വാനം ഏറുന്തോറും മംലൂക്ക് ഏറും. മഖ്സൂമോ മളുമോനോ ഒന്നും ഉണ്ടാവില്ല. അതാണ് തഖ്വ. അപ്പം ആഡംബരം എന്താക്കിയിട്ടില്ല, അല്ല തരാൻ നേരിട്ടില്ല. അത് നീ മംലൂക്കിൽ നിന്ന് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ എണീസിൽ നിർണയിച്ചോ. അതാണേത്? നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂത്തൽ എളുപ്പമാകുന്നുണ്ട്. ഒന്ന്, വജഅല നഫ്സക മുത്മഇന്നതൻ ഇൻത തഅദ്ദുരിഹി, അത് മുടങ്ങുന്ന അവസരത്തിൽ നിന്റെ നഫ്സിന് ഇളക്കമില്ലാത്ത മുത്മഇന്നത്തായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നത്. പട്ടിണിയായി പോയല്ലോ എന്നില്ലേ, ബേജാറൊന്നുമില്ല. രണ്ട്, പിന്നെ മുതഅല്ലിഖതൻ ബി മൗലാഹ, നഫ്സിന്റെ മൗലയായ അല്ലാഹുവിനോടാണ് അവന്റെ ബന്ധം. നാല്, വദുംത അലൽ ഇസ്തിഗാലി ബി മളായിഫിൽ ഇബാദത്ത്, ഇബാദത്തിന്റെ വളായിഫുമ്പോ തന്നെ നീ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായി? തജ്രീദിൽ നിർത്തിയതിന്റെ അലാമത്തായി പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ, ഒന്നെന്ത് ഊത്ത് എളുപ്പമാകുന്നുണ്ട്, അത് മുതഅദ്ദിറായി ഇല്ലാണ്ടിരിക്കുമ്പോ സമാധാനക്കുറവില്ല. മൂന്നാമത്തതോ റബ്ബിനെ കൊണ്ട് തന്നെ ബന്ധമാണ്. മറ്റൊന്നോ അതിന്റെ വളായിഫുകൊണ്ട് ഇബാദത്തിനും താറാവൊന്നും പറ്റുന്നില്ല. അപ്പം മറ്റുള്ള ആളെ കാണുമ്പോ അസൂയം തോന്നുന്നില്ല. അല്ലോ അവന്റെ കീശ 100 റുപ്യ ഉണ്ട്, എനിക്കില്ലല്ല, എന്താ എനിക്ക് തരാത്ത? യാചിക്കാൻ നടക്കൂല. അപ്പൊ മനസ്സിലായോ? അങ്ങനെ തജ്രീദ് നിർത്തിയാല് നീ എന്തുദ്ദേശിച്ച്? അസ്ബാബിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചു. എന്നാല് ഇൻഹിഖാത്തുൻ, അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ബുഗലാന്ന് മോളിൽ നിന്ന് ഹത്താന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ. അതിന്റെ ഇൻഷാൻ എന്താ? ഇൻഹിഖാത്ത്. എന്തിനെ തൊട്ട്? അനിൽ ഹിമ്മത്തിൽ അലിയ, ഉന്നതമായ ഹിമ്മത്തിൽ നിന്ന് താഴേക്ക് പൊളിഞ്ഞ് വീണ് നിന്റെ സ്ഥാനഭ്രഷ്ടനായി എന്നർത്ഥം. ഇതുണ്ടാ എന്തുകൊണ്ട് താനായി? കണ്ട, ഖൽഖിലേക്ക് മടങ്ങണം എന്ന് നീ ഉദ്ദേശിച്ചു പോയി. എന്തിൽ നിന്ന്? ബഅദ തഅല്ലുഖ് ബിൽ ഹഖ്, ഹക്കുമായി തഅല്ലുഖായതായിരുന്നു. അവിടെ നിന്ന് എന്താക്കി? എനിക്ക് ഖൽഖിലേക്ക് പോണോന്ന് പറയും, പിടിച്ചല്ലേ, സ്ഥാനഭ്രഷ്ടനായില്ലേ. എന്നാ പിന്നെ ഒന്നുമില്ല, അപ്പൊ ജനങ്ങളവിടെ കൂടുന്നേ ഉള്ളൂ. വലൗലം യകുനില്ല മുഖാലത്തു അബിനാഇ ദുനിയ, ദുന്യാവിന്റെ മക്കളോട് മുഖാലത്തെ ഉള്ളൂ തന്നെ വെക്കാം. അതിന്റെ പലത് എന്താണ്? ഫീമാഹും ഫീഹി, അവർ ഏർപ്പെട്ട വിഷയങ്ങളിലെല്ലാം ലകാന കാഫിയൻ ഫീ ദനാഅത്തിൽ ഹിമ്മ, ഹിമ്മത്ത് മോശമാകാൻ അത് തന്നെ മതി. അതിന് അപ്പുറമൊന്നും ചെയ്യണ്ടില്ല. അവിടെ വേദനയും കാണുന്നുണ്ട്, അമ്മയും കാണുന്നുണ്ട്, പണക്കാറും ബന്ധി ഓരോ താലൂക്കാകുന്ന, അതുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ തന്നെ എന്തായി? അത് പൊളിച്ചില്ലേ. അവിടെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിന്നെന്തിലാ നിർത്തിയെന്ന് ആദ്യം നോക്കുക. നിർത്തിയതാണ്, ആ നിർത്തിയത് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. നീ ഇവിടെ നിൽക്കിയെന്ന് തന്നെ അടുന്നൂടാ. എന്താ നമ്മുടെ ഇമാമികൾ നോക്കണം, അൽഫാദുമാര് ചോലാവാനാന്ന് ചില ആളുകൾ അല്ലാത്ത നിർത്തി. വലിയ ഉന്നതരായ ഇബ്നു മാലിക് തങ്ങളെ പോലത്തെ ആളുണ്ടല്ലോ. നീ നഹവ് ഉണ്ടാക്കണേ. നഹവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വസീലിന്റെ മഖ്സൂദ ഇൽമിന്റെ എത്രാമത്തെ വസീലാണ്? 7ാമത്തെ. അപ്പോഴെടുക്കും. അല്ല, ഞാൻ ഖുർആനെ വ്യാഖ്യാനിച്ചോളാം, പറ്റൂല. നിങ്ങൾ ചിലരെന്താക്കും? ചെറുപ്പ് പറയാനിരിക്കും. അപ്പോ ഒരു രാജാവ് എന്താക്കുന്നത്? ചൂല് കൊടുത്തിട്ടാണ് അടിച്ചു മരിക്കുമെന്ന് പറഞ്ഞാൽ അതാ അതിന്റെ ഹിദ്മത്ത്. നീ കൊട്ടാരത്തിൽ നിന്നിട്ട് ഓഫീസിൽ നിർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കൊള്ളാൻ. എല്ലാം സയ്യിദിന്റെ അനുവാദം. അതുകൊണ്ട് ഫൽ വാജിബു അല സാലിക്കി, നമുക്ക് കാണുന്നുണ്ടാ സാലിക്കിന് എന്താ വാജിബ്? അയ്യം കുതഫീമാ അഖാമുഹുൽ ഹഖ് ഫീഹി, ഹഖ് സുബ്ഹാനഹു വ തആല എവിടെയാണോ ഏത് സ്ഥാനത്താണോ നിർത്തിയത് അവിടെ നിൽക്കുക. വയർളാ ബിഹി, അതുകൊണ്ട് പൊരുത്തപ്പെടുക.
അല്ലേ? എപ്പോഴ് അതിൽ നിന്ന് അള്ള തന്നെ ഇഖ്റാജാക്കട്ടെ, നൃത്യം തന്നെ ഇഖ്റാജാക്കട്ടെ. അപ്പൊ സ്വന്തം വകയായി ഇറങ്ങാൻ പാടില്ല. ഇവന്റെ ഇറാദത്ത് കൊണ്ടും ഇറങ്ങാൻ പാടില്ല കേട്ടാ. അപ്പൊ തസ്വീൽ ശൈത്താൻ, ശൈത്താനെ തോന്നിപ്പിക്കൽ വെച്ചിട്ടും ഇറങ്ങാൻ പാടില്ല. ശൈത്താൻ എന്താക്കോ, നീ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഞാൻ മതിയാടാ, മറ്റുള്ളവൾ അധ്വാനിക്ക് പൈസ ഉണ്ടാക്കുന്നില്ല, നീക്കുണ്ടാക്കിക്കൂടെ? മറ്റവരോട് എന്താ പറയുന്നത്, നീ ഇതെല്ലാം പൂട്ടിയിട്ട് നല്ല 70 ദിക്ർ എത്തിച്ച പള്ളിയിൽ ഇരുന്നാ പോലെ മറ്റവരോട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഈ തസ്വീലിന്റെ പിന്നാലെ പോണ്ടാം, എന്തടിയാ പാളവും. അപ്പൊ അള്ളാഹുമായുള്ള ബന്ധം മുറിക്കുക എന്ന ആ ബഹറിലേക്കാണ് അവൻ ചാടുക. അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ. സമാധിനോടും വരെ തിരിഞ്ഞില്ല. ഇനി ഉള്ളിലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒത്തുകൂടി വരൂ. അത് മുർത്തദ പറഞ്ഞിട്ട് ഖബർ പറഞ്ഞു കണ്ടാ. ഇനി ഇനി പറയട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്ന അസ്ബാബ്, അസ്ബാബ് വിശാലമാണ്. പക്ഷെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മഖ്സൂദ് വേണമല്ലോ. അങ്ങനെ ലോകം മുഴുവനും സബബ് മുസബബ് എന്നതാണ്, കാര്യകാരണങ്ങളാണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാ? അതിനാണ് ഹാഹുനാന്ന് കൈ കൊടുത്തെന്തിന്? ലോകവ്യാപകമായി കിടക്കുന്ന അസ്ബാബ് എനിക്കുണ്ടാവില്ലല്ല. ഇബാറത്തുൻ, അതൊരു ഇബാറത്താണ്. ദുന്യാവിൽ ഉദ്ദേശിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു ഖറലിലേക്ക് എത്താനുള്ള ഒരു സാധനമാണ് ഇവിടെ അസ്ബാബ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഷെക്കിൽ പറഞ്ഞ തജ്രീദ് ഇബാറത്തുൻ അൻ അദിമി തശാഖുലിഹി ബിതിൽകൽ അസ്ബാബ്, മേൽ പറയപ്പെട്ട അസ്ബാബ് കൊണ്ടുള്ള ഏർപ്പെടലിനെ തൊട്ട് ഒയ്യലാണ് ഇത് തജ്രീദ്. എന്തിനാ? ലി അജ്ലി ദാലിക്, അല്ലെ അജ്ലി ദാലിക് ഏതാ? ഖറലും ദുന്യാവിലേക്ക് കിട്ടുന്നതിന്റെ. അപ്പൊ ഇനി ഫമൻ അഖാമഹുൽ ഹഖ് സുബ്ഹാനഹു വ തആല ഫിൽ അസ്ബാബ്, ഒരു മനുഷ്യൻ എന്താക്കി? അല്ലാഹു തആല അസ്ബാബിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ടോ അറാദ, ഇവൻ ഉദ്ദേശിക്കുന്ന അൽ ഖുറൂജ മിൻഹ, അതിൽ നിന്ന് രക്ഷപ്പെടണം, അത് ഒഴിവാക്കണമെന്ന്. എന്താ മൂപ്പര് പറഞ്ഞ ഇബാറത്ത് നോക്കണം. അഖാമഹുൽ ഹഖ് എന്തിന്റെ അർത്ഥമാണ്? മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക വേനയാണ്. ഇബാറത്തും അതിനെ ശരിക്ക് ജോയിന്റ് ആയിട്ട് പോണോ? ഇനി അറാദ ഹുവൽ ഖുറൂജ് ഏതാണ്? ഇറാദത്തുക്കാന്റെ വേനയാണ്. നീ ഉദ്ദേശിക്കുന്നില്ലേ? അപ്പൊ അള്ളാന്റെ ആ താല്പര്യം വേറെയായി, നിന്റെ താല്പര്യം വേറെയായി. ഇനി ഫദാലിക മിൻ ശഹ്വതിഹിൽ ഖഫിയ്യത്തി, അത് ഇവന്റെ ഖഫിയായ ശഹ്വത്തിൽപ്പെട്ടതാണ്. ഇനെന്താക്കണം? ശഹ്വത്തിനും ഖഫിയ ഇതിന്റെ കാരണം പറയണം. അതാ വഇന്നമാ കാനത് മിന ശഹ്വതി, അത് ശഹ്വത്തിൽപ്പെടാനുള്ള കാരണം ലിഅദമി വുഖൂഫിഹി മഅ മുറാദില്ലാഹി തആല ബിഹി, ഇവനെ കൊണ്ട് അല്ലാഹു തആല എന്താണ് ഉദ്ദേശിച്ച മുറാദ് അവിടെ നിൽക്കാത്തതാണ് ഇവിടെ കേസ്. നിൽക്കാത്തതാ കേസ്. ഇനി വഇറാദത്തി, അവന്റെ അല്ലാഹുവിന്റെ ഇറാദത്ത് ഹുവ ഖിലാഫു ദാലിക, അല്ലാഹുവിന്റെ ഇറാദത്താണെങ്കിലോ അതിനും എതിരാണ്. ഇനി വഇന്നമാ കാനത് ഖഫിയ്യതൻ, അത് ഖഫിയ്യാകാൻ കാരണം എന്താ? ലിഅന്നഹു ലം യഖ്സിദ് ബിദാലിക നൈല ഹല്ലിൻ ആജിലിൻ, ദുന്യവിയായ ഒരു ഹല്ല് കിട്ടണമെന്ന് വല്ല ഖസ്ദില്ല. വഇന്നമാ ഖസദ ബിദാലിക തഖർറുബ ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള തഖർറുബാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ? ബികൗനിഹ ഹാലിൻ യഅല, ഇപ്പം കഴിഞ്ഞുകൂടുന്ന അസ്ബാബിനാക്കണ ഉന്നതമായ ഒരു ഹാലിലായി എന്ന് വെച്ചിട്ട് ബിസാമി ഓന്റെ വാദപ്രകാരം. ഹഖീഖത്തിൽ അങ്ങനെയല്ല, നിർത്തിയേക്കുന്ന രാജിവെച്ച് പോയിട്ടുണ്ട്. ബിസാമിഹി എന്താ? ലാകിൻ ഫാതഹുൽ അദബു, ഒരദബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിഅദമി വുഖൂഫിഹി മഅ മുറാദില്ലാഹി തആല, അല്ലാഹുവിന്റെ മുറാദിനോടൊപ്പം ഇവൻ നിന്നിട്ടില്ല എന്ന കാരണത്തിന് വേണ്ടി. മോള് നോക്കി സമ്മാസേ, എന്താണത്? അല്ലാഹുവിന്റെ മുറാദ് മിൻ ഇഖാമത്തിഹി ഇയ്യാഹു ഫീമാ അഖാമഹു ഫീഹി,
ഇവൻ ഈ നിർത്തിയ അസ്ബാബാകുന്ന ആ കാര്യത്തിൽ തന്നെ ഇവൻ നിൽക്കണമെന്നാണ് അള്ളാഹുവിന്റെ മുറാദ്. എന്തിന്റെ അദമ വഖഫിന്റെ വാക്യം, അവൻ എത്തി നോക്കിയിട്ടുണ്ട് ഇലാ മഖാമിർ റഫീഇൻ, ഒരു ഉന്നതമായ പദവിയിലേക്ക് എത്തി നോക്കി. പക്ഷെ ലാ യലീഖു ബിഹി ഫിൽ വഖതി, ഇപ്പോൾ എന്താക്കില്ല, അടുത്തേക്ക് അനുയോജ്യമായിട്ടില്ല. അതിന് പക്വതയും പാകതയും ഒരു പ്രായവും ഒരു സമയമുണ്ടാവുമല്ലോ. ഇനി പറയാൻ പോകുന്നത് ഇഖാമത്തുണ്ട് എന്നെങ്ങനെ കിട്ടും അല്ലേ? വഅലാമത്തു ഇഖാമത്തിഹി ഇയ്യാഹു ഫിൽ അസ്ബാബി, അസ്ബാബിൽ ഇവരെ നിർത്തിയിട്ടുണ്ട് എന്നതിന്റെ അലാമത്ത് എന്താണ്? അയ്യദൂമ ലഹു ദാലിക, അത് ദായിമായിട്ട് പോകുന്നുണ്ട്. ഒന്ന് വഅൻ തസ്സദഹു ലഹു സമറത്തുഹു വനതീജത്തുഹു, അതുകൊണ്ടുള്ള സമറത്തും നതീജത്തും അവന് കിട്ടുന്നുണ്ട്. രണ്ട്, പിന്നെ വദാലിക ബിഅൻ യജിദ ഇൻദ തശാഖുലിഹി ബിൽ അസ്ബാബി, അസ്ബാബ് കൊണ്ട് ഷുഗലാകുന്ന നേരത്ത് തന്നെ സലാമത്തൻ ഫീ ദീനിഹി, ദീനിലുള്ള സലാമത്ത് കിട്ടുന്നുണ്ട്. കാര്യത്തിനൊന്നും മുടക്കില്ല. വഖത്അൻ ലിതമഇഹി അൻ ഗൈരിഹി, മറ്റുള്ള ആളെ തൊട്ട് ആഗ്രഹം വെക്കലിനെ മുറിച്ചിട്ടും ഉണ്ട് അല്ലേ? വഹുസ്ന നിയ്യതിഹി ഫീ സിലത്തിർ റഹ്മി, സിലത്തുർ റഹ്മിന് പൈസ കൊടുക്കാനെല്ലാം എന്താക്കുന്നു, എനിക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്, കുട്ടികൾക്ക് നല്ലോണം പൈസ കൊടുത്തരുമെന്ന് പങ്കം പറയുന്നുണ്ട്, മക്കൾക്കെല്ലാം ചെലവ് കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതാ ഔ ഇആനത്തു ഫഖീരിൻ മുഅദമിൻ, ഒന്നും കാശില്ലാത്ത ഫഖീറിനെ സഹായിക്കലുണ്ട്. ഇലാ ഗൈരി ദാലിക മിൻ ഫവായിദിൽ മാൽ, ഇങ്ങനെ മാലിന്റെ ഫവായിദുകൾ പലതും ഉണ്ടെന്ന്. എന്ത്? അൽ മുതഅല്ലിഖത്തി ബിദ്ദീൻ, ദീനുമായി ബന്ധപ്പെട്ടാണ്. ഇനി പറയണം വമൻ അഖാമഹുൽ ഹഖ് ഫി തജ്ദീദ്, രണ്ടാം വശിക്ക് വമൻ അഖാമഹുൽ ഹഖ് തആല ഫി തജ്ദീദി, തജ്ദീദിൽ അല്ലാഹു തആല ഒരാളെ നിർത്തിയിട്ടുണ്ട്. വഅറാദ, അപ്പൊ അതിന്റെ അർത്ഥം മൈഖാമത്തില്ലാഹി ഇയ്യാക ഫി തജ്ദീദിന്റെ മാനിയത്. ഇനി വഅറാദൽ ഖുറൂജ മിൻഹു, അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഇവൻ ആഗ്രഹിക്കുന്നു. ഏതാണ്? ഇറാദത്തുകൽ അസ്ബാബ ഇലൽ അസ്ബാബി ഫദാലിക മിൻ ഇൻഹിതാതി ഹിമ്മതിഹി, അവന്റെ ഹിമ്മത്ത് ചോർന്നു പോയിട്ടുണ്ട്, ഇടിഞ്ഞു പോയിട്ടുണ്ട്. വസൂഇ അദബിഹി, അവന്റെ സൂഇൽ അദബിലും പെട്ടതാണത്. സൂഇൽ അദബ് വീണെന്നല്ലേ മിൻ ഇൻഹിതാത്തിന്റെ വാക്യത്, എന്തിന്റെ അല്ല, ഹിമ്മത്തിന്റെ വാക്യല്ല. എന്താ ചിന്തിക്കുന്നത്? ഹിമ്മത്തിന്റെ വാക്യാൽ ഇൻഹിതാത്തിന്റെ മാനാട വരില്ല. അപ്പൊ സൂഇൽ അദബ് ഇടിഞ്ഞു എല്ലായിടത്തും കിട്ടുന്നില്ല. എന്തുമല്ല അത്തുപ്പാക്കണം, മിന്നിൻ ഹിത്താത്തിന് അതുകൊണ്ട് അത്തുപ്പാക്കണം. ഇവന്റെ ജലിയായ ഷഹബത്തിനോട് തന്നെ ഒത്തുവിട്ടുണ്ട്. മറ്റേത് ഖഫിയായ ഷഹബത്താണ്, ഇവിടെ ജലിയായ ഷഹബത്താണ്. എന്തുകൊണ്ട്? മഖാമുർ റഫീഉൻ, ആദ്യം അല്ലാഹ് കൊടുത്തത് മഖാമുർ റഫീആണ്. അഖാമൽ ഹഖ് തആല ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിർത്തിയതായ ഖവാസ ഇബാദിഹി, അവന്റെ ഇബാദിൽപ്പെട്ട ഖാസായ ആളുകളെയാണ് നിർത്തിയത് അല്ലേ? ആരാൻ? മിനൽ മുവഹിദീന വൽ ആരിഫീങ്ങളായി. അവിടെ ഞാൻ നിൽക്കുന്നില്ല എന്ന് ഇവൻ പറയും. ഔലിയാക്കളെ നിർത്തിയ സ്ഥാനം എനിക്ക് വേണ്ടെന്നാ പറയുന്നേ. അപ്പോ ഗസാലി ഇമാം പറഞ്ഞതുപോലെ നല്ല ഓഫീസ് പണിയുള്ളവൻ പറയുന്നത് കക്കൂസ് വൃത്തിയാക്കുന്നില്ലെങ്കിൽ ഞാൻ കൂടാന്നാ പറഞ്ഞു. എനിക്ക് മിറ്റടിച്ചു പോരാനും ക്ലീനിങ്ങിന്റെ പണി തന്നെയാണ്. അപ്പൊ ഫൈദാ അഖാമഹുൽ ഹഖ് തആല ഫീ മഖാമിൽ ഖവാസി, ഖവാസിന്റെ മഖാമിൽ ഇവരെ നിർത്തിയ അവസ്ഥക്ക് വലിമ യൻഹത്തു അൻ റുതുബതിഹിം, അവരെ റുതുബയും വിട്ട് എന്തിനാണ് താഴോട്ട് ഇറങ്ങുന്നത്? മോനെ ഇലാ മനാസിലി അഹ്ലിൽ ഇൻതിഖാസ്, നുഖ്സാൻ വന്ന ആളുകളെ മൻസിലിലേക്ക് നീ എന്തിനാണ് ഇറങ്ങുന്നത് എന്ന ചോദ്യം. قال الشيخ അബൂ അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു, വറാനാണ് ലോക പ്രസിദ്ധമായ വലിയ മഹാനാണ്. യാഫി ഇമാം ഓറപ്പറ്റി എത്രയാ മദ്ഹത്തി ഇർഷാദി പറയുന്നത്. അബൂ അബ്ദുല്ലാഹിൽ ഖുറശിന്റെ ചരിത്രം എടാ ഇർഷാദുൽ യാഫീലി പണ്ട് ഓതിയിൽ വന്നിടാമോ? ഓറ് പറയുന്നേ മല്ലം യഗ്നഫ് മിൻ മുശാറകത്തിൽ അൽദാദി ഫിൽ അസ്ബാബി,
അസ്ബാബിൽ കൂടി സംഭവിക്കുന്ന അൽദാദ് ഉണ്ടാവില്ല, നമുക്ക് പറ്റാത്ത പല കൂട്ടുകെട്ടുകളുണ്ടാവും. അതിനോടൊന്നും എനിക്കൊരു വെറുപ്പോ ഒരു മടിയോ ഒന്നുമില്ല. ഇവനെ പോലത്തെ ആളൊക്കെ ആണെങ്കിൽ എന്താവും ഒരുപോലത്തെ ആകാം. ഇവനല്ലാത്ത അൽദാദ് ഉണ്ടാവില്ലേ, നിക്കരിക്കുന്നവനുണ്ടാവും, നിക്കരിക്കാത്തവനുണ്ടാവും, വിശ്വാസത്തിൽ പഴച്ചവനുണ്ടാവും, ഒന്നും അറിയാത്ത മണ്ടനും ഉണ്ടാവും. ഇത് അൽദാദ്. ഈ അൽദാദിനോട് കൂടുമ്പോൾ ഇവനിക്കെന്തില്ല, ഒരു മടുപ്പൊന്നും തോന്നുന്നില്ല. എന്നാൽ ഹസീസുൽ ഹിമ്മ, അവൻ ഹിമ്മത്ത് മാളെ താണ മനുഷ്യനാണ്. തജ്ദീദിൽ നിർത്തിയതിന്റെ അലാമത്ത് വരണ്ടേ? അതെന്താണ്? മാ ദക്കർനാഹു, നാമ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റേ മിനദ്ദവാം, ഒന്നെന്താണ് നേരത്തെ പറഞ്ഞില്ല, ദായിമയായി നിൽക്കല്. മറ്റൊന്നോ വിജിതാനി സമറത്തി, സമറത്ത് കിട്ടുന്നുണ്ട്. എന്താ സമറാത്ത്? മമ്മീൻ സമറാത്തി ദാലിക തീബു വഖത്തിൽ മുത്തജദ്ദിദി, മുത്തജദ്ദിദിന്റെ വഖത്തെന്തില്ല, മനസ്സിന് കലർപ്പുകളോ സാഹിബത്തോ ഒന്നും ഇല്ലാതെ കണ്ട് എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, അവിടെ ലൗടും വണ്ടിയും വരും, ഇവിടെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഇതൊന്നും ശുഗലില്ല. കൽബ് തയ്ബ സഫായി കൽബിഹി, അതുപോലെ കൽബിന്റെ സഫാവും കിട്ടുന്നുണ്ട്. പടപ്പുകളുമായി ബന്ധപ്പെടലിനെ തൊട്ടുള്ള റാഹത്തും കിട്ടിയിട്ടുണ്ട്. മുഖാലത്തത്തിഹിം, അവരുമായി ഇടവരുമ്പോ ഉണ്ടാകും അതിനെ തൊട്ടുള്ള റാഹത്തും കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അതിനുണ്ട് സമരത്ത്. അപ്പൊ നിസ്കാരം എന്താണ്ടാ, വേറെ കച്ചവടം കൃഷിയും കൂടും തുറക്കലും ഒന്നും ചിന്തിക്കാതെ കണ്ട നിസ്കാരം നടത്താം. കൽബ് പ്രത്യേകം പിടിച്ചു വെക്കും. ഇപ്പം പറഞ്ഞിടത്തോളം മനസ്സിലായല്ല. ഇനി പറഞ്ഞ് ഹിമ്മത്ത് എന്ന് പറഞ്ഞില്ലേ, എന്താ ഈ ഹിമ്മത്ത്? ഇപ്പൊ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഇറാദത്ത് ശക്തി കൂടലാണ്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വേണം എന്ന് വിചാരിക്കുന്ന ഒരു ഇച്ഛാശക്തി എന്നുണ്ടല്ലോ. ഇച്ഛാശക്തി എന്താത്? അത് വിട്ടുവീഴ്ച ഇല്ലാത്ത കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ശക്തി മുക്കുമ്പോൾ എന്താണ് ഹിമ്മത്ത്. അത് പറയുന്നതാ വൽ ഹിമ്മത്തു ഹാലത്തുൽ ലിൽ ഖൽബി, കൽബിനുള്ളൊരു ഹാലത്താണ് ഏത്? ഹിമ്മത്ത്. വഹിയ ഖുവ്വത്തു ഇറാദത്തിൻ, ഇറാദത്തിന്റെ ശക്തിയാണത്. കണ്ടോ? വഗലബത്തുൻ ബിആസിൻ, അതുപോലെ തന്നെ ഇളകി വരുന്നതിന്റെ ഗലബത്ത്, അത് അടങ്ങാൻ കഴിയില്ല. ഇതിലേക്ക് ഇലാ നൈലി മഖ്സൂദിമ്മ, എന്തെങ്കിലും ഒരു മഖ്സൂദ് കിട്ടലിലേക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് ഇത്. ആ ഹിമ്മത്താണ് നമുക്കൊന്നും ഇല്ലാത്തത്. ഒരു സംഗതി വിജയിപ്പിച്ചേ അടങ്ങുന്ന എന്താക്കുന്ന ഒരൊറ്റ തീരുമാനം എടുത്താൽ അത് നടത്തും. ഭീതിനില്ല. പക്ഷെ ഹിമ്മത്ത് കൊണ്ടല്ല. ഹിമമി എന്ന് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താക്കി, ശത്രുക്കൾ അബൂ താലിബിനും കൂട്ടിട്ട് വന്നിട്ട് പറഞ്ഞ് കുറച്ച് ആവ് വരുത്തണം അല്ലേ? അപ്പൊ മൂത്താപ്പാക്കാരനെ സഹായിച്ചിട്ട് മടുത്ത മാതിരി ഉണ്ടല്ലേ, നിങ്ങളെ സഹായം വേണ്ട, അല്ല എനിക്കുണ്ട്. വല്ലാഹി ലൗ വദഅൽ കവാകിബ ഫീ യദി, എന്റെ വലത്തെ കൈയിൽ ചന്ദ്രനെ വെക്കട്ടെ, ഇടത്തെ കൈയിൽ സൂര്യനെയും വെക്കട്ടെ, അല്ലെങ്കിൽ തിരിച്ച്, എന്നിട്ട് അണുവളവ് വ്യത്യാസം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറില്ല. ഒന്നെങ്കിൽ ഇത് വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ വിജയിക്കും. ഹിമ്മത്തിന്റെ കടുപ്പം കണ്ട, ഇതാണ് ഹിമ്മത്ത്. അത് നടത്തിയേ പറ്റൂ. ഹിമ്മത്ത് ചുരുങ്ങിപ്പോയ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. വിമാനം പറപ്പിക്കാൻ കഴിയോ? ഇത്ര ആളെയും വഹിച്ചിട്ട് ഇത്ര വലിയ സാധനം വായുവിലേക്ക് എങ്ങനെയാ അപ്പൊ പറക്കാന്നാണ് ആ കൈതെറ്റിന് തോന്നിപ്പോയ തോറ്റി മറിച്ചു പോകും. ഒരു ഏറ്റുമാതും ഇല്ലാത്ത സൈക്കിളും ഇല്ലെങ്കിൽ അടിച്ചു കൊടുത്തിട്ട് ബജാറിലേക്ക് കൂടി. ഇങ്ങനെ ഈ സൈക്കിൾ എന്താ ഏറ്റുമാതുള്ള സ്വന്തം? എന്നിട്ടല്ലേ ഇവനെ താങ്ങി നിർത്തിയിട്ട് ഈ ബാലൻസ് ഒപ്പിച്ചിട്ട് പോകുന്നു. ആ സൈക്കിള് സ്വന്തമായിട്ട് വിട്ടാക്കിട്ട് എന്താ അതിന്റെ മുകളിൽ അതിനെ ഇഷ്ടിക്കാൻ പറ്റില്ല. അതിലൂടെ കയറിയിട്ട് പറഞ്ഞിട്ട് പോകുന്നില്ലേ, മോട്ടോർ സൈക്കിളിൽ പോകുന്നില്ലേ? അതിനൊരു ഹിമ്മത്താണ്. ആ ഹിമ്മത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് സാധിക്കില്ല. ചിലക്ക് സ്റ്റേജിൽ കയറിയിട്ട് എത്രയോ മണിക്കൂറോളം പ്രസംഗിക്കുക, അതൊരു തരം ഹിമ്മത്താണ്. ചിലർക്ക് സ്റ്റേജിൽ തന്നെ കൈയും കാലും പറിച്ചിട്ട് എല്ലാം കൂടെ വേരത്ത് കുളിച്ച് അതിനാ അവധിയാക്കുന്നത്, അതൊരു ഹിമ്മത്താണ്. അപ്പൊ ആ ഹിമ്മത്ത് രണ്ട് തരത്തിലുണ്ടെന്നാണ്. അതായത് ഈ ചിന്ത പോകുന്നത് മുന്തിയ കാര്യങ്ങൾക്കാണോ എന്ന ആലിയായ ഹിമ്മത്ത് എന്ന് പറയും. താണ വിഷയത്തിലേക്കാണോ എന്നാൽ എന്താകും? താണതെന്ന് പറയും. അത് ജമ്മൽജാമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ വതകൂനു, ആ ഹിമ്മത്താകും ആലിയത്തൻ, ആലിയത്തുന്ന ഉന്നതി. എപ്പോഴ്? ഇൻ തഅല്ലഖത് ബിമആലിൽ ഉമൂർ, ഉന്നതമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹിമ്മത്താണെങ്കിൽ.
പിന്നെ അതിന്റെ പുറം ബാക്കി സമാസേ സാഫിലത്തൻ സാഫിലായ ഹിമ്മത്ത് എന്ന് പറയും ഇൻ തഅല്ലഖത് ബി അദാനിഹാ താണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹിമ്മത്താണെങ്കിൽ കണ്ടില്ലേ ായിറു ഒരു ഷായിര് പറഞ്ഞിട്ടുണ്ട് വാജാദ അയാൾ നന്നാക്കി പറഞ്ഞിട്ടുണ്ടെന്ന് വഖായിലത്തിൻ ലിമ അലക്തൽ ഹുമൂമു വഅംറുക മുംതസലും ഫിൽ ഉമം فقلت ذريني على حالتي فإن الهموم بقدر الهمم ഖായിലത്തിൻ എന്ന് പറഞ്ഞാല് പറയുന്നൊരു പെണ്ണുങ്ങൻ പറഞ്ഞു പാട്ടുകാർ പറയുന്നേന്ന് അവിടെ ആളൊന്നും ഉണ്ടാവില്ല ഒരാള് പറഞ്ഞതേ അർത്ഥമുള്ളൂ എന്താണ് നിനക്കെന്താന്നോ ഹമ്മുകൾ പലതും നിന്റെ കീഴടക്കി എന്തുകൊണ്ട് എന്ന് എന്നോട് ചോദിച്ചു അലത്തുക്ക അലാജാലുവിന്റെ മാതി എങ്ങനെ വരിക അലത്ത് എന്നിട്ടോ ജനങ്ങളിൽ നിന്റെ കാര്യം ഇങ്ങനെ പരസ്യമായിട്ടുണ്ട് എന്ന് ഒരു കായിലത്ത് പറഞ്ഞപ്പോൾ പൊക്കുൾത്തു ആ കായിലത്തിനോട് എന്താ പറഞ്ഞറിയോ ദരീനി അല ഹാലത്ത് എന്റെ ഹാലനുസരിച്ച് എന്നെ വിട്ട നീ അതിനെ പറ്റി സംസാരിക്കണ്ടെന്ന് എന്തുകൊണ്ട് ഇന്നൽ ഹുമൂമ ഹമ്മുകള് ബി ഖദരിൽ ഹിമമി ഹിമ്മത്തിന്റെ കണക്കനുസരിച്ച് ഹമ്മുകളുണ്ട്. അപ്പൊ എനിക്ക് നല്ല ഹിമ്മത്തുള്ള ആളാന്നാവും. ഹമ്മുകൾ നിന്റെ കീഴടക്കുന്നുണ്ട്, എനിക്ക് വലിയ ഹിമ്മത്തുണ്ട്. وقال الآخر إذا عطشتك كف اللئام كفتك القناعة شبعا وريا وكن رجلا رجله في الثرى وهامة همته في الثريا فإن إراقة ماء الحياة حياتي പ്രത്യേകണ്ടാവേ حياتي دون إراقة ماء المحيا ഇതാ ആയത്തെ ശിക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ദാഹിപ്പിച്ചു എന്നുവെച്ചാൽ നിനക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല. അപ്പൊ ഇതിനർത്ഥം എന്താ? വിശപ്പിച്ചു എന്നും. അപ്പൊ നിന്നെ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുകയും ചെയ്ത് കുടിക്കാനും തിന്നാനും ഒന്നും ജനങ്ങൾ സഹകരിക്കുന്നില്ല. ആര്? അക്കുഫുൽ ലിആമി. ലിആമാര കരീം എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എന്താ? ലഹീം. അതിന്റെ ബഹുവചനാക്കിയാലോ കിറാമിന്റെ ഓപ്പോസിറ്റ് ലിആം. അപ്പൊ പിശുക്കന്മാരെ കൈയെന്താക്കുന്നത്? നിനക്ക് തിന്നാനും കുടിക്കാനും ഒന്നും തരാതെ വിശപ്പിച്ചു. എന്നാ കഫത്തുക്കൽ കനാഅത്തു, നിനക്ക് കനാഅത്ത് മതി. എന്താ? ഷിബഅൻ. അപ്പൊ യഥാർത്ഥത്തിൽ ആത്തശക്കാന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? ഭക്ഷണവും പെട്ടിട്ടുണ്ട് എന്ന് വരും. എന്തുകൊണ്ട്? ഷിബഅൻ, വയറ് നിറയലിനാലും റയ്യാനാണ് ദാഹം തീർക്കലിനാലും. അപ്പൊ ദാഹം തീർക്കലേ ആദ്യം ദാഹമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കനാഅത്തുണ്ടെങ്കിൽ ഓരോന്നും തന്നിട്ടില്ലെങ്കിൽ വയ്ക്കില്ല എന്ന് പറയും. റയ്യെന്ന് പറഞ്ഞാൽ ദാഹം തീരല്ലേ. റബിയ എറുവ. അപ്പൊ എന്താക്കും? മസ്റ്റർ റബിയ എന്ന് വരും. റബിയ എന്ന് വരും. വാവെന്താക്കും? യാഗാക്കിയിട്ട് മറിച്ചിട്ട് ഇദ്ഗാമാക്കും. ഇദ്ഗാമ മുതമാസിലൈനി. അപ്പൊ റബിയൻ റയ്യൻ. ഖുറാനിൽ ലബയില്ലേ? ലബ റൂസഹും ലയ്യം ബി അൽസിനതിഹിം. അതേതാണ്? ലവിയൻ എന്ന അസലുണ്ടായില്ലേ. ഇനി അപ്പൊ കനാത്ത് കൊണ്ട് നിന്നാല് ജനങ്ങളെ വെള്ളവും വേണ്ട, കുടിയും വേണ്ട. ഇനി ഫക്കുൻ, നീ ആവണം റജുലൻ, ഒരു റജുലായി മാറണം. എങ്ങനത്തെ റജുലാണ്? റിജലുഹു ഫിസറ, അവന്റെ കാല് ഭൂമിയിലാണെങ്കിലും വഹാമത്തു ഹിമ്മത്തിഹി, അവന്റെ ഹിമ്മത്തിന്റെ തല ഫിസ്സുറയ്യ, മേലെ നക്ഷത്രത്തിലേക്കെത്തണം. അത്ര ഹിമ്മത്ത് വേണം. അത് അനുയോജ്യമായ പാട്ട് പാടി. ഫഇന്ന ഇറാഖത മാഇൽ ഹയാതി, ഹയാത്തിന്റെ മാ ഒഴുകിപ്പോകുക എന്നുള്ളത് അഥവാ ഏതാണ്? ജീവൻ പോകല്. ദൂന ഇറാഖത്തി മാഇൽ മുഹയ്യ, മുഖത്തിന്റെ വെള്ളം ചൊരിഞ്ഞു പോകുന്നതിനാക്കണ താഴെയാണെന്ന് പറഞ്ഞാലോ കിടക്കാൻ പോകുന്നതിനാക്കണ. അങ്ങനെ മരണാബലല്ലോ ശവലവിന് വശക്കറിയാ. വാങ്ങിന മരണ സമാനിഹേ മത്ത് കോയി മാങ്കോ ബീഖ്. മാങ്ങിന എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു. മരണ സമാനിഹേ മത്ത് കോയി മാങ്കോ ബീഖ്. മാങ്ങിന സെ മരണാബല, അതിനാക്കാണ് മരിക്കലാണ് നല്ലത്. ഏ സൽഗുരുക്കി സി. ഇത് ഉത്തമനായ ഗുരു പറയുന്ന ഒരു പാഠമാകുന്നു. കുട്ടികൾക്ക് ഹിന്ദി പഠിക്കാൻ പഠിച്ചത്. ധീരെ ധീരെ ദേമന ധീരെ സബ് കുച്ച് ഹോയ് സാറ് സാറ് കോ ഗഹിര ഹൈ തോത്താദയുണ്ടായി. എന്താണ്? അല്ല, സാധു ഐസാ ചാഹിയെ, ബുദ്ധിമാനായിരിക്കണം.
ആരംഭം ദേശീയ സൂസുസുബർ മുറത്തിന്റെ മാതിരിയാവും. സാധു കഹിനഹെ കാതിലുള്ള എന്റെ മാട്ടിലേക്ക് മടിച്ച് ഉണ്ടായി പറക്കുന്നതെല്ലാം പാറ്റിക്കളയും. മുറത്തിലിട്ട് പാറ്റിയാല് പെണ്ണേക്കറിയല്ല, പാറ്റുമാരെല്ലാം പോയി കാതിലെല്ലാം ഉണ്ടായി ഉള്ളിലേക്ക്. ധീരെ രമന എന്ന് പറഞ്ഞ എല്ലാ സാവധാനത്തിലെ ഈ ലോകത്താകുള്ളൂ. അതുകൊണ്ട് മാലി സീന്റെ ഈ സൗകട ഒരു കൃഷിക്കാരൻ എന്താക്കിയെന്നറിയോ, ഒരു ചെടിന്റെ മുഖത്ത് 100 പാത്രം വെള്ളം വീട്ടി വേഗം മുളക്കാൻ, അടുത്ത പ്രാവശ്യം തന്നെ കായ്ക്കാം ആവില്ല. ഇതുവായേ ഫലം തോന്നും. അതിന്റെ സമയം എത്തിയാലേ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ. അതാണ് ഏത് ഫഇന്ന ഇറാഖത മാഇൽ ഹയാത്തി ദൂന ഇറാഖത്തി മാഇൽ മുഹയ്യ. മുഹയ്യ എന്ന് പറഞ്ഞാൽ മുഖം പൊട്ട്. ഇനി എന്താ പറഞ്ഞത്? മൂപ്പർ പറയുന്നത് ഇഖാമത്തിന്റെ മാന പറഞ്ഞില്ലേ, അത് രണ്ടാളും പറഞ്ഞിട്ടുണ്ട്. ഇഖാമത്തിന്റെ മാന, അതായത് അതിലാണെങ്കിൽ അസ്ബാബിലാണെങ്കിൽ അസ്ബാബ് കൊണ്ട് ദീനിന്റെ മുടക്കമില്ല, ഹൈറായ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, അതിനോട് വെറിയില്ല, അടിമത്വമില്ല എന്നെല്ലാം പറഞ്ഞില്ലേ. അതുപോലെ തന്നെ തജ്രീദിൽ നിർത്തിയപ്പോൾ എന്തുണ്ട്, ഉള്ളതിനെ കൊണ്ട് പൊരുത്തപ്പെടുന്നുണ്ട്, അള്ളാഹിനോട് എതിർപ്പൊന്നില്ല എന്നല്ലേ. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഈ മായന. അത് മുസന്നിഫ് റളിയല്ലാഹു അൻഹു വേറൊരു ഹിക്മത്തിൽ അങ്ങ് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഖാമിൽ ഒരുത്തൻ നിർത്തിയതിന്റെ ലക്ഷ്യം എന്താ, അലാമത്ത് എന്താണ്, അതിൽ നിന്നുള്ള നേട്ടം ഉണ്ടാവലാണ് എന്ന് വേറെ പറയുന്നു. അതിന് പിടിച്ചെടുത്തിട്ടാണ് ഉപ്ര പറയുന്നു. അപ്പൊ ഹിക്കമിന്റെ ഒരു മക്കാൽ എന്താക്കുക വേറെ മക്കാലുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പൊ ഈ തെർത്തീബ് വന്നു. അങ്ങനെ ചില മാറ്റിയ ആളുകളുണ്ട്. അബു മദിയന്റെ ഹിക്കമിൽ എന്താന്ന് ആദ്യം ഒന്ന് പറഞ്ഞാല് ആ പറഞ്ഞ തെർത്തീബിലായിരിക്കില്ല, ഇപ്പത്തേക്ക് മാറ്റലാണ്. അതിന്റെ വ്യാഖ്യാനം മറ്റൊന്നിൽ പറഞ്ഞിട്ടുണ്ടാവും. ഖുർആൻ തന്നെ ഇല്ലേ, പിന്നെന്താ തഫ്സീറുകൾ അബിൽ ഖുർആൻ അങ്ങനെ കിതാബുണ്ടല്ലോ. ഇപ്പൊ 10 വോളിയുള്ള കിതാബുണ്ടല്ലോ, ഉറപ്പില്ലേ. ഒരായത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ തഫ്സീൽ എന്താക്കും, വേറെ ആയത്തുകൊണ്ട് ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കും. അത് ഏതാണ് മോഡം പണ്ട് കണ്ണൂർ ക്ലാസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ തഫ്സീൽ ഖുർആൻ ബിൽ ഖുർആൻ ഒരു സിംഗീത്തിന്റെ കിതാബാണ്. നല്ല 10 വോളിയുണ്ട്. അപ്പൊ എല്ലാം ആയിട്ടുമില്ല ഉണ്ടാവും. അപ്പൊ ഹിക്കം കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അതാ ഇഖാമത്തിന്റെ മാനയിൽ ഞാൻ പറഞ്ഞത് എന്താ, ഏത് ഇഖാമത്തില് ഫീ നൗഇൽ അസ്ബാബി വത്തജ്രീദ്, അസ്ബാബ് തജ്രീദ് എന്നീ രണ്ടിനങ്ങളിൽ ഇഖാമത്തിന്റെ മാന പറഞ്ഞത് ഹുവ ശൈഉൻ, അതൊരു കാര്യമാണ്. ഫഹിംതുഹു, ഞാനത് മനസ്സിലാക്കിയെടുത്തതാണ്. മിമ്മാ യഖൂലു ബഅദ ഹാദാ, ഇതിന് ശേഷം മൂപ്പർ പറയുന്നുണ്ട് ഒരു മുസന്നിഫ് റളിയല്ലാഹു അൻഹു. എന്താ പറയുന്നത്? മിൻ അലാമത്തി ഇഖാമത്തിൽ ഹഖ് ലക ഫി ശൈഇ ഇദാമതുഹു ഇയ്യാക ഫീഹി മാ ഹുസൂലിൻ നതായിജി എന്നൊരു ഹിക്മ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ മുസന്നിഫ് പറഞ്ഞത് തന്നെ എടുത്തു വെച്ചു. അതായത് മിൻ അലാമത്തി അതിന്റെ തുടക്കം, അതിന്റെ കൊട്ടേഷൻ. അല്ലാഹു അഅലം. ഇനി പറയാൻ പോകുന്നത് മുസന്നിഫ് റളിയല്ലാഹു അൻഹു പിന്നെ തൻബീർ എന്ന കിതാബുണ്ട്. തൻബീർ ഫി ഇസ്ഖാത്തി തദ്ബീർ, അത് ഹിക്മിന് ശേഷം എഴുതിയെന്നാ പറയും. നമ്മ പരക്കുന്ന ഓതിയതാണ് തൻബീർ ഫി ഇസ്ഖാത്തി തദ്ബീർ. അതിലെ പറഞ്ഞതാ പറഞ്ഞു ഈ മസ്അലയെ തൻവീർ എന്ന കിതാബിൽ ആര് പറഞ്ഞു? മുസന്നിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബിനസ്സിഹാ, അതിന്റെ നസ്സ് പോലെ അങ്ങോട്ട് പറഞ്ഞു, ഈ കലാമിൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു. അതെങ്ങനെ? ഹാക്കിയൻ അൻ ഹാദൽ കിതാബി, ഈ കിതാബിൽ ഹിക്കായത്ത് ചെയ്തിട്ടു. അപ്പൊ ആദ്യം ഉണ്ടാക്കിയ ഹിക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. വഖാല ബിഅസരിഹി, അതിന്റെ പിന്നിൽ പറഞ്ഞു വഫ്ഹം റഹിമകല്ലാഹ്, ഇതാര കലാമെന്ന്? ഇമാം സിക്കന്ദരി തങ്ങളെ കലാം. എന്ത്? അന്ന മിൻ ശൈനിൽ അദുബി, അദുബിന്റെ ശൈനാരാണ്? അദുബാരാണ് ശൈത്താൻ. അയ്യത്തിയക്ക, നിന്റെ അടുക്കിലേക്ക് വരും. ഫീമാ അന്ത ഫീഹി, നീ നിൽക്കുന്ന സ്ഥാനത്തേക്ക് വരും. തരീനെതിരാണെങ്കിൽ ഓന്റെ അടുത്തും പോകും, പിന്നെ അസ്ബാബാന്റെ അടുത്തും പോകും.
അത് ഓരോരുത്തർ പറയില്ലേ, എന്താ പറയലേ? മിമ്മ അഖാമക്കല്ലാഹു, നിന്നെ അള്ളാഹു എന്തിലാണോ നിർത്തിയ ഒന്നുണ്ടല്ലോ, തജ്രീദാണെങ്കിൽ തജ്രീദ്, അസ്ബാബാണെങ്കിൽ അസ്ബാബ്. എന്നിട്ടോ ഫയുഹക്കിറുഹു ഇൻദക, ആ നിർത്തിയ പദവി മോശമാണ് എന്ന് ഓനെന്താക്കി തോന്നി. അസ്ബാബിൽ നിർത്തുമ്പോ നീ എന്തിനാണ്ട് ആയസ് തീർക്കുന്നത്? ഇങ്ങനെ കച്ചവടം എത്ര സമയം പോകുന്നു, ആയുഷ്കാലം വെറുതെ പോകുന്നില്ലേ? അതുകൊണ്ട് ഈ അസ്ബാബ് ഒന്നും ശരിയില്ല. മറ്റോന്റെ അടുത്ത് പോയിട്ട് പറയും, നീ എന്തിനാ ഇങ്ങനെ വാനിൽ അധ്വാനിക്കുന്നില്ലേ, നീക്കെന്താ ഇവിടെ മുറക്കിരിക്കുന്നത്, ചെല്ലിയും പാടിയിട്ട് എന്താകലി, മക്കള് മരിച്ച എന്തെങ്കിലും ഓഹരി വെക്കാൻ വേണ്ടേ? അപ്പൊ അത് നിസ്സാരമായി കണക്കൂട്ടാം. എന്നിട്ടോ യതതല്ലബു, അവനെന്താകുന്നത് ക്രമേണ തേടുകയാണ്, ഗൈറമാക്കാമക്കല്ലാഹു ഫീഹി, ഒറ്റയടിക്ക് മാറൂല, ഇടക്കിടക്കേ വന്നിട്ട് ഇങ്ങനെ കുസുകുസിയാക്കിയെങ്കിലും എന്താവും, യതതല്ലബു, പതുക്കെ പതുക്കെ എന്താക്കും, നിന്നെ പിന്തിരിപ്പിക്കൂ. അപ്പൊ കൽബക്ക, അപ്പൊ നിന്റെ കൽബി തശീവിശാക്കി ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെ കണ്ടോ? വയുക്കദ്ദിറു വഖതക, നിന്റെ വഖത്തിന് എന്താക്കി കലർപ്പാക്കി നല്ല സാഫായത് ഇവിടെ കലക്കി നോക്ക്. അതെങ്ങനെയാ? വദാലിക അന്നഹു യഅതി ലിൽ മുതസബ്ബിബീന, സബബുള്ള ആളുകളിലേക്ക് പോകും. ഫയഖൂലു ലഹും, അവരോട് പറയും, ലൗ തറക്തുമുൽ അസ്ബാബ, അസ്ബാബിനെ നീ ഒഴിവാക്കിയാൽ, തജറത്തും, നിങ്ങൾ എന്താക്കാം, മുതജ്ജിദിദും ആയാല് അശ്റഖത്തിലക്കുമുൽ അൻവാർ, അല്ലാഹുവിന്റെ അൻവാർ എന്തെല്ലാം പ്രകാശിക്കാനുണ്ട്, അതെല്ലാം അസ്ബാബ് കൊണ്ട് തടഞ്ഞു പോയില്ല മോനെ. കൽബുകളും അസ്റാറുകളും എന്താക്കും, നല്ല തെളിഞ്ഞ് പളുങ്ക് പോലെയാകും. അതുകൊണ്ട് അസ്ബാബ് ഒഴിവാക്കണം. തിറമേൻ എന്താക്കി ഒഴിവാക്കി നോക്കുമ്പോ ഈ ചങ്ങായിക്ക് ആകത്തായി ജീവിക്കാൻ മാർഗമുണ്ടാവില്ല. പിന്നെ പണിയില്ല, ഒരു പണി പോകണമെന്ന് പറഞ്ഞ് നടക്കലുണ്ട്. അവർ ശൈത്താൻ വിജയിച്ചു. എന്താ ഉദാഹരണം? ഒരു ഫുലാനും ഫുലാനും ചെയ്തിട്ടുണ്ടല്ല, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ? ഈ അബ്ദ് ആയിരിക്കാം ലൈസ മഖ്സൂദൻ ബിത്തജ്ദീദി, തജ്ദീദ് കൊണ്ട് അല്ലാഹു തആല ലക്ഷ്യം വെച്ചവനല്ലായിരിക്കാം. അവിടെയാണ് എന്താക്കളെ തജ്ദീദിലേക്ക് പോകാൻ പറയുന്നു. വലാ താഖത ലഹു ബിഹി, തജ്ദീദ് കൊണ്ട് അവർക്ക് എന്താവൂല, കഴിയൂല, പിടിച്ചെടുക്കാൻ കഴിയൂല. ഇന്നമാ സലാഹുഹു ഫിൽ അസ്ബാബി, അവന്റെ സലാഹ് മുഴുവനും അസ്ബാബിലാണ് കഴിഞ്ഞുകൂടുന്നത്. എന്നിട്ടോ ഫയത്തുറുഖുഹ, ശൈത്താന്റെ പ്രേരണ കാരണത്താൽ എന്താക്കി അത് ഒഴിവാക്കി. ഫയതസൽസലു ഈമാനുഹു, ഈമാൻ തന്നെ അടങ്ങിപ്പോയി. കൂടെ കൂട്ടേണ്ടി വന്ന് പണി രാജി വെച്ചിട്ട് പെറുക്കിരുന്നാൽ എന്തിപ്പോ എന്താവും? വയദ്ഹബു ഈഖാനുഹു, അവന്റെ യഖീനും പോയി. കേട്ടോ? പിന്നെ പടുപ്പുകളെ വെക്കുന്ന ഒരു പണിയാക്കി തരോ, ഒരു പണി വേണേനോ, ഞാൻ പട്ടിണിയാന്ന് ശൈത്താൻ രണ്ടാമത് കൈകൊട്ടിച്ചിരിക്കും. വിജയിച്ചു. ഈ ഉമറാക്കള് ഒഴിവാക്കിയിട്ട് മുഖത്തിരിക്കലും അതൊന്നും പറ്റൂല. പക്ഷെ ഉലമായി തന്നെ പുല്ലിയാലല്ല, ഉലമായി തന്നെ അസ്ബാബുള്ള ഉലമായില്ല. ഞാൻ എത്ര സഹാബികൾ, ഇന്നാള് ഇന്ന പണിക്കാരനായിരുന്നു, ഇന്നാള് കുപ്പാൻ തുന്നുന്ന ആളായിരുന്നു, ഇന്നാള് നെയ്ത്തുകാരനായിരുന്നു, ഇന്നാള് കൃഷിക്കാരനായിരുന്നു, അവരുടെ ഉലമാക്കളല്ലോ. നമ്മ ഇന്നലെ ഓതിയത് റിസ്ഖിന്റെ കാര്യം കൊണ്ട് എപ്പോഴും മനക്കളാശത്ത് കയ്യലായി. അപ്പൊ ഫയുർമാഫി ബഹ്റിൽ ഖത്തിയത്തി, അല്ലാഹുമായുള്ള ബന്ധം മുറിക്കുക എന്ന ബഹ്റിൽ അവനെ വിളിച്ചെറിഞ്ഞിരിക്കുന്നു. ഓതാലിക്ക് കസ്തുൽ അതുബ് മിന്നു, അതുബ് അതാണ് ലക്ഷ്യം വെച്ചത്, അതുബ് ജയിച്ചു. എന്തുകൊണ്ട്? ലിഅന്നഹു അതുബ് ഇന്നമാ യഅതിക ഫീ സൂറത്തി നാസിഹിൻ, ഒരു നാസിഹിന്റെ സൂറത്തിലാ വരിക. എന്തുകൊണ്ട്? തമാത്ത അബവൈക്ക, മാതാപിതാക്കന്മാരാര് ആദം ഹവ്വ, അവരോട് എത്തിയെന്താ? ഹിമ അഖബറല്ലാഹു അന്നു ബി, അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട് ബിഖൗലി വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറതി ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ഉപ്പാരുമ്മാറ്റും പോയിട്ട് പറഞ്ഞു, അല്ലാഹ് മരം വിരോധിച്ചെന്തിനാന്നറിയോ? അത് തിന്നാൽ ഇങ്ങ എന്താകും, ഇവിടെ തന്നെ ഖാലിദായിപ്പോകും. അതുപോലെ തന്നെ എങ്കിൽ വലിയ മലക്കായി മാറും. അത് ആറാതിരിക്കാനാണ് അല്ലാഹ് വിരോധിച്ചത്, അല്ലേ?
ഞാൻ സത്യൻ നാസിഹാണ്. ഇന്നീ ലക്കുമാലമിനൻ നാസിഹീൻ, നിങ്ങൾക്ക് രണ്ടാക്കും നാസിഹ്യങ്ങളിൽപ്പെട്ട ആളാണ് ഞാന്. അപ്പൊ നാസിഹായിട്ടാണ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു സ്വീകരിക്കൂലല്ല. അപ്പൊ മധുരയുള്ള മുട്ടായി കൊടുക്കും, അതിന് പിന്നുണ്ടാവും വിഷം. തക്കദ്ദമ ബയാനുഹു എന്ന് വെച്ചാല് ഈ ബയാൻ ഈടെ പറഞ്ഞല്ല, തൻവീർ പറഞ്ഞതാ. അപ്പൊ ഈടൊക്കെ കമാ തക്കദ്ദമ അടയെന്ന് പരതണ്ട, തൻവീറിലുണ്ട്. സമാധി തിന്നിട്ടില്ല. ഇനി വകദാലിക, ഇനി മറ്റൊരിടത്തേക്ക് പോകണം. മുതജദ്ദിദീങ്ങൾക്ക് പോയിട്ട് വയഖൂലുലഹും, അവരോട് പറയും, ഇലാമാതാ തത്റുകൂനൽ അസ്ബാബ, എത്ര കാലാണോ ഈ അസ്ബാബ് ഒഴിവാക്കിയിട്ട് നീ ജീവിക്കുക. അലം തഅലമൂ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, അന്ന തർക്കൽ അസ്ബാബി, അസ്ബാബുകളെ ഒഴിവാക്കൽ നിന്നിട്ട് തതതല്ലഉ മഅൽ ഖുലൂബു, കൽബുകൾ എന്താക്കും, എത്തി നോക്കും, ഇലാ മാ ഫീ ഐദിന്നാസ്, ജനങ്ങളെ കൈമ വല്ലതുണ്ടോളി, നമുക്ക് തരുവോ, ഓർന്ന് സഹായിക്കുവോ. സഹായിച്ചിട്ടില്ലെങ്കിൽ ഓരോരോ ദേഷ്യവും പറഞ്ഞുകൊടുക്കുന്നേ. അങ്ങനെ തബഇന്റെ ബാബ് തുറക്കുകയും ചെയ്യും. ഇതെല്ലാം ഇനി വലായുംകിനുക്കമുൽ ഇസ്ആഖു, ആരെങ്കിലും സാധുക്കൾ വന്നാൽ ഒരു സഹായഹസ്തം നീട്ടാൻ നീക്കി കഴിയുന്നില്ലല്ലോ. ഉണ്ടാ വല്ലീസാറു, അതുപോലെ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കലും, വലൽ ഖിയാമു ബിൽ ഹുഖൂഖി, ഹക്കുകളെ കൊണ്ട് നിലനിൽക്കലൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ല. അതുകൊണ്ട് വഅബ്ബിദ് മാ തകൂനു മുൻതദിറൻ ലിമാ യുഫ്തഹു ബിഹി അലൈക മിനൽ ഖൽഖി, പടപ്പുകളെ വക്കൽ നിന്ന് വല്ലതും വാസിതായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതിന് പകരമാകണം പടപ്പുകൾക്ക് നിന്റെ വക്കന്ന് കിട്ടുന്നതാക്കണം. അതൊക്കെ അബീൽ. ഇപ്പൊ പടപ്പുകളെ വക്കന്ന് കിട്ടുന്നത് നിന്റെ വക്കന്ന് പടപ്പുകൾ കിട്ടുന്നതായി മാറട്ടെ. അതാ അതുകൊണ്ട് അസ്ബാബിൽ നീ കയറിയാൽ മറ്റുള്ള ആള് കാത്തു നിൽക്കും. നിന്റെ വക്കൽ നിന്ന് ഓർക്കെന്തെങ്കിലും കിട്ടുമെന്ന് കാത്തിക്കുന്നുണ്ട്. അത്ര വലിയ പദവിയാന്ന് കൊടുക്കുന്ന കയ്യല്ലേ വേലെ. ഇതാ കൈരിതാലിക്ക് ഇങ്ങനെ പലതൊരു സോർമ വയക്കൂന്നു ഹാദല്ലു, ഈ അബദിന്റെ ഹാലെന്താന്നറിയോ, ഇവന് തജ്രീദ് നിന്നതുകൊണ്ട് മൊക്കത്ത് തയ്യിബായിട്ടുണ്ട്. വമ്പസത്തെ നൂറും, അവന്റെ നൂറ് പ്രകാശിച്ചിട്ടുണ്ട്. പടപ്പുകളുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് റാഹത്തും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒരു മതി. ഫലാ യസാലു ബിഹി, അങ്ങനെ ഓൻ വിട്ടേരൂല. ഹത്താ യഊദ ഇലൽ അസ്ബാബ്, അസ്ബാബിലേക്ക് ഇറങ്ങേ ആകുന്നത് വരെ. അപ്പൊ അസ്ബാബ് കൊണ്ടുണ്ടാകുന്ന കലറത്തു അവനെ ബാധിച്ചു. അതിന്റെ ഇരട്ട് അവനെ മൂടുകയും ചെയ്തു. സബബിൽ കെഞ്ഞുകൂടുന്ന ഒരാളില്ലേ, അയാള് ഇവനാക്കാണാ മെച്ചം. അതുകൊണ്ട് ഓന അസ്ബാബിൽ നിർത്തിയാളം, ഇവൻ ഇറങ്ങിപ്പോയാളം. അപ്പൊ എന്താക്കും, തീരെ അസ്ബാബുമ നിർത്തിയ ആളേക്കാൾ ഇത് മോശമായി. സബബിൽ ദായിമയായ ആളാകും അഹ്സന ഹാലം മിന്നു. എന്തുകൊണ്ട് എന്നതാലിക്ക് മാ സലക തരീഖൻ സുമ്മ റജഅൻഹ, ഒരു നല്ല തരീഖിലേക്ക് പ്രവേശിച്ചിട്ട് മടങ്ങി വന്നാളാണ് ഇവൻ. മറ്റും വരാത്ത ആളല്ലേ. ഒന്നുണ്ടാവുമല്ലോ, ഒരു പെണ്ണിനെ തീരെ കെട്ടുന്നില്ലെങ്കിൽ ആർക്കും ആക്ഷേപമില്ലല്ല. കെട്ടി തലാക്കില്ലല്ലോ, കുഴപ്പമില്ല, കേസാക്കൂലേ. വലാ കസദ മഖസിദൻ, ഒരു മഖസിദ് കരുതിയിട്ടില്ല. സുമ്മൻ അതഫ അൻഹു, പിന്നെന്താക്കി, അതിൽ നിന്ന് മടങ്ങിക്കളഞ്ഞു. ഇത് മനസ്സിലാക്കണം. ഇതെല്ലാം മുസന്നിഫിന്റെ കലാമ തൻബീറിൽ. വഅതസിം ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് നീ മുറുകെ പിടിച്ചോ. വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വഇന്നമാ ഖസദ ശൈത്വാനു ബിദാലിക, ശൈത്വാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അൻയംനഅൽ ഇബാദ, ഇബാദിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അദ്ദില്ലാ അനില്ലാഹി തആല, അല്ലാഹുവിനെ തൊട്ട് പൊരുത്തപ്പെടലിനെ തടയണം. ഇതാ അല്ലാഹ് നിർത്തിയെങ്കിൽ നിൽക്കാണ്ടിക്കലി എന്തില്ലേ, ഫീമാഹും ഫീഹി, അവർ എന്തിനാണോ അല്ലാഹ് നിർത്തിയത് അത് പൊരുത്തപ്പെടാനാക്കലാന്ന് അവന്റെ ആവശ്യം. വഅൻയുഖ്രിജഹും, അവരെ പുറത്തു ചാടിക്കലാണ് ലക്ഷ്യം. അൻ മുഖ്താരില്ലാഹി ലഹും, അവർക്ക് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഇലാ മുഖ്താരിഹിം ലിഅൻഫുസിഹിം, ഓരോ തടിക്കും വേണ്ടി മുഖ്താറാക്കിയ ഒന്നിലേക്ക് ചാടിക്കലാണ് ലക്ഷ്യം.
വമാ അദ്ഖലകല്ലാഹു ഫീഹി, അല്ലാഹു തആല നിന്നെ ഒന്നിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവല്ല യാനതക അലൈഹി, അതിന്റെ മേൽ അല്ലാഹു എന്താക്കും? സഹായിക്കാൻ ഏറ്റെടുക്കും. അല്ലാഹ് നിന്നെ സ്ഥലത്ത് നിർത്തിയാൽ എന്താക്കും? അള്ളാഹിന്റെ സഹായം നട വരും. ഇനി മറ്റൊന്നാക്കി കഴിഞ്ഞാലോ ഇതിന് വല്ലിഹി നീ എടുത്തില്ല അതെടുത്തു. അപ്പൊ വിലായത്ത് ചോദിച്ചു വാങ്ങിയാൽ എന്താ പറയുന്നത്? വിലായത്ത് നിന്നിലേക്ക് വന്നിട്ട് ഏറ്റെടുക്കേണ്ടി വന്നാൽ അള്ളാഹ് നിന്നെ സഹായിക്കും. ഒരു ഹദീസില്ലേ, എനിക്ക് വിലായത്ത് തരണം, എനിക്ക് വിലായത്ത് തരണം, എന്നെ കാമിയാക്കാവുന്നതുകൊണ്ട് പോയി കഴിഞ്ഞാലോ അന്ന് നീ അയക്കുമെന്ന് തൊട്ട് എന്താക്കും? എല്ലാം അള്ളാഹിന്റെ മകനത്ത് നിർണ്ണയിക്കും. അതാ അള്ളാഹു നിന്നെ എന്തിലാണോ നിർത്തിയത് അതിൽ എന്താക്കും? വേണ്ടപ്പെട്ടതെല്ലാം അള്ളാഹു നിന്നെ സഹായിച്ചു. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങി കഴിഞ്ഞാൽ അള്ളാഹിന്റെ മകനത്ത് അതിലുണ്ടാവില്ല. അതിന് ഇപ്പൊ എല്ലാം നിന്റെ സ്വന്തം വകയായി നീ മറ്റൊന്നിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വക്കലക്ക ഇലൈഹി, അതിലേക്ക് വക്കലഹൂനല്ലേ അല്ല വക്കലക്ക, നിന്നെ അതിലേക്ക് എന്താക്കും? ഏൽപ്പിച്ചു. വല്ലിഹി മാത്രമല്ല, അതിനാണ് വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അപ്പം ഇദ്ഖാലും ഇഖ്റാജും അല്ലാഹുവോടാ ചോദിച്ചത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, സിദ്ഖിന്റെ മുദ്ഖലി എന്നെ ആക്കണം, പ്രവേശിപ്പിക്കണം. ഇഖ്റാജോ മുഖ്റജ സിദ്ഖിൻ, വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ, എന്നെ സഹായിക്കുന്ന സുൽത്താൻ. ഏത് ഇദ്ഖാലിലായാലും ശരി ഇഖ്റാജിലായാലും ശരി. അപ്പൊ ഫൽ മുദ്ഖലു സിദ്ഖു, ഇത് ഒന്നാമത്തെ ചോദ്യത്തിൽ മുദ്ഖലു സിദ്ഖല്ലേ, അൻ തദ്ഖുല ഫീഹി, നീ പ്രവേശിക്കുക ലാ ബി നഫ്സിക, നിന്റെ സ്വന്തം വകയായ ആകുമ്പോൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് ചെയ്യണം എന്നാ പറയും. അങ്ങനെ അന്ന് ഇങ്ങോട്ട് വരുമെന്നല്ലേ. അതിന് വേറെ മാർഗം പറയുന്നുണ്ട്. ഒന്നെങ്കിൽ സമ്പൂർണമായ ശർഈയ ഇസ്തിഖാറത്തിൽ കൂടെ അതെന്താകും? ബോധ്യപ്പെട്ടു വരും. അതുമല്ലെങ്കിൽ ഒരു ഹാത്തിഫ് വിളിച്ചു പറയും, നിന്റെ